2026 റിലീസ് ചെയ്ത ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ് ലീ ക്രോണിൻസ് ദ മമ്മി. ദ മമ്മി എന്ന മൂവി അറിയാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ? പക്ഷേ ആ മൂവികളുമായിട്ട് ഇതിനൊരു സാമ്യമില്ല കേട്ടോ. പിന്നെ ഈ മൂവി ആഹാരം കഴിക്കുമ്പോഴൊന്നും കാണാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കൂടുതലൊന്നും മൂവിയെ പറ്റി പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഹസ്ബൻഡും വൈഫും അവരുടെ 3 മക്കളും ചേർന്ന് കാറിൽ യാത്ര ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചാണ് യാത്ര. പക്ഷെ അവരുടെ അമ്മയ്ക്ക് മാത്രം അതെന്തോ അങ്ങോട്ട് പിടിക്കാത്തത് പോലെ അവര് നിഷ്കരണം ആ പാട്ടും ഓഫ് ചെയ്ത് കളഞ്ഞു. എല്ലാം കൂടി എനിക്ക് തലവേദന ഉണ്ടാക്കുക, അത്രയും മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അങ്ങനെ അവരെല്ലാവരും വരുന്നത് വലിയൊരു ഫാമിന് നടക്കുള്ള കുഞ്ഞൊരു വീട്ടിലേക്കാണ്. വീട്ടിൽ ആവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പുറത്തു പോയതായിരുന്നു എല്ലാരും കൂടി. അതിലെ ആ കൊച്ചു പെൺകുട്ടി വീടിനുള്ളിലേക്ക് കയറി അവൾ ആദ്യം പോയത് താൻ വളർത്തുന്ന കിളിയുടെ അടുത്തേക്കാണ്. എന്നാൽ കൂടിന്റെ അടുത്തേക്ക് എത്തിയതും അവൾ കണ്ട കാഴ്ചയിൽ ഞെട്ടിപ്പോയി. ആ കുട്ടിയുടെ നിലവിളി കേട്ടാണ് എല്ലാവരും എന്താണെന്ന് അറിയാനായിട്ട് അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കൂടിനുള്ളിൽ കിടന്ന കിളിയില്ലേ, ആ കിളി രക്തം വാർന്ന് മരിക്കാറായ അവസ്ഥയിൽ കിടക്കുന്നു. ഇത് കണ്ട ആ ലേഡിയാണെങ്കിൽ കൂട് തുറന്നിട്ട് വേഗം ആ കിളിയെ കയ്യിലേക്ക് എടുത്തു. എന്നാൽ അവരുടെ മുഖത്തും അവരുടെ ഭർത്താവിന്റെ മുഖത്തും എന്തോ മനസ്സിലാക്കിയത് പോലൊരു ഭയമായിരുന്നു. പിള്ളേരെ, നിങ്ങൾ മുകളിലേക്ക് ചെല്ല്, അതും പറഞ്ഞ് കയ്യിലിരുന്ന ആ കിളിയുടെ ബാക്കിയുണ്ടായിരുന്ന ജീവനും കൂടി അവരങ്ങ് ഞെക്കി പിച്ചെടുത്തു. അങ്ങനെ പിള്ളേരെല്ലാം പോയ ശേഷം ആ ഭാര്യയും ഭർത്താവും കൂടി പോയത് ആ വീട്ടിൽ തന്നെയുള്ള ഒരു ബേസ്മെന്റിലേക്കായിരുന്നു. അതിന്റെ ഉള്ളിലാണെങ്കിൽ പിരമിഡിന്റെ ഷേപ്പിലുള്ള എന്തോന്നുണ്ട്. അതിന്റെ സൈഡിലായിട്ട് താഴേക്ക് ഇറങ്ങി പോകാനുള്ള പ്രത്യേകം ഒരു ഡോറും. 2 പേരും കൂടി അതുവഴി താഴേക്ക് ഇറങ്ങി ചെന്നത് ഒരു ശവപ്പെട്ടിയുടെ അടുത്തേക്കായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ശവപ്പെട്ടി. പണ്ടുകാലത്ത് മമ്മികളൊക്കെ അടക്കം ചെയ്യാൻ ഉപയോഗിക്കില്ലേ, അതുപോലെയൊന്ന്. സമയമായെന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കും. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പറഞ്ഞുകൊണ്ട് ആ ശവപ്പെട്ടിയുടെ മൂടി 4 സൈഡിലും ബലമുള്ള കൊളുത്തുകൾ ഇട്ടുകൊണ്ട് കയറ് വെച്ച് അവരത് പൊക്കിയെടുക്കുന്നു. അത്രയും ഭാരമുണ്ടായിരുന്നു ആ ഒരു മൂടിക്ക്. മൂടി പകുതി തുറന്നതും അതുവഴി ഉണ്ടായിരുന്ന ചെറിയൊരു ഗ്യാപ്പിൽ കൂടി ആ ലേഡി വിളക്കിന്റെ പ്രകാശത്തിലൂടെ അതിനകത്തേക്ക് എത്തി നോക്കുന്നു. ഈ നിമിഷങ്ങളിലെല്ലാം പേടിച്ച് വിറച്ചായിരുന്നു 2 പേരും ഉണ്ടായിരുന്നത്. ആരായാലും പേടിക്കില്ലേ? അതിനകത്ത് എന്തായിരുന്നു എന്ന് വെച്ചാ അതിന്റെ ഉള്ളിൽ ഒരു മമ്മിയായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ എണീറ്റോ? അത് എഴുന്നേറ്റോ എന്നറിയാനായിട്ട് അവൾ അതിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പെട്ടെന്ന് കാറ്റ് വീശി വിളക്ക് കാണഞ്ഞു പോകുന്നത്. പേടിച്ച് വിറച്ചിട്ട് വെപ്രാളത്തോടെ അവൾ വീണ്ടും ലൈറ്റ് കത്തിക്കാൻ നോക്കുവാണ്. എന്നാൽ ലൈറ്റ് വീണ്ടും അങ്ങോട്ട് കത്തിയതും പെട്ടിയിൽ കിടന്ന സാധനം ചാടി എഴുന്നേറ്റത് ഒരുമിച്ചായിരുന്നു. അതിന്റെ കൂടെ ആ മൂടിയിലുണ്ടായിരുന്ന ഒരു കൊളുത്ത് പൊട്ടി അത് നേരെ ചെന്ന് തറഞ്ഞു കയറുന്നതാണെങ്കിലോ അവരുടെ ഭർത്താവിന്റെ കഴുത്തിലേക്കും. അതിന്റെ കൂടെ മൂടി വന്ന ശവപ്പെട്ടിയിലേക്ക് വീണിട്ട് ആ പെട്ടി വീണ്ടും അടഞ്ഞുപോയി. പക്ഷെ അവരുടെ ഭർത്താവാണെങ്കിൽ ആ കൊളുത്തിൽ തൂങ്ങിക്കിടന്ന് ജീവന് വേണ്ടി പെടയുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവരുടെ ഭർത്താവ് പിടഞ്ഞു മരിക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് അവർ ഞെട്ടിച്ചുകൊണ്ട് ആ ശവപ്പെട്ടിക്കുള്ളിൽ നിന്നും ടക് 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 എന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഇവിടം മുതലാണ് കഥയുടെ തുടക്കം. അടുത്തതായിട്ട് നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് ചാർലി. ആളൊരു ന്യൂസ് ചാനലിലെ റിപ്പോർട്ടറാണ്. തന്റെ ജോലിക്ക് വേണ്ടി അവനിപ്പോൾ ഈജിപ്തിലെ കെയ്റോയിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. 2 മക്കളാണ് ഉള്ളത്. മകളുടെ പേര് കേറ്റി, മകന്റെ പേര് സെബാസ്റ്റ്യൻ. അവന്റെ വൈഫ് ഇവിടെ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവളുടെ പേര് ലാരിസ്. അവളാണ് ഈ മൂവിയിലെ നായിക. മാത്രമല്ല ലാരിസ് ഇപ്പോൾ 7 മാസം പ്രഗ്നന്റുമാണ്. ചാർലി ആണെങ്കിൽ അവളുടെ മൂത്ത മകളായ കേറ്റിയെ NCC ക്യാമ്പിന്റെ ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. എക്സാം എന്താണെന്ന് വെച്ചാൽ അവൻ ഇങ്ങനെ ബെഞ്ചിൽ പലതവണ താളത്തിൽ കൊട്ടും. ആ ശബ്ദം കേട്ടിട്ട് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കേറ്റി പറയണം. അവിടെ ഇങ്ങനെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ടിവിയിലായിട്ട് തന്റെ ന്യൂസ് റിപ്പോർട്ടിംഗ് ചാർലി കാണുന്നത്. അത് കണ്ടതേ അവന് ഭയങ്കരമായിട്ടൊരു സംശയം. അപ്പോ തന്നെ അവൻ ആ സംശയം ചെന്ന് തന്റെ വൈഫിനോട് ചോദിക്കുന്നു, ഞാൻ ന്യൂസ് പറയുമ്പോൾ കൈ ഇങ്ങനെ ഒരുപാടിട്ട് അനക്കുന്നുണ്ടല്ലേ? കാണുന്നവർക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അത് പിന്നെ പറയാനുണ്ടോ? ഭയങ്കര ബോറായിരിക്കും. അവരിങ്ങനെ ഓരോന്ന് ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തു നിന്നും തങ്ങളുടെ 2 പ്രോഡക്റ്റുകളുടെ വലിയ വയലുള്ള ബഹളം കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ 2 കൂടി ഒടുക്കത്തടി. കാര്യം വേറൊന്നുമല്ല, കേറ്റിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാവയുണ്ടായിരുന്നു. അതിനെ നമ്മുടെ സെബാസ്റ്റ്യൻ പാരച്ചൂട്ട് വെച്ചെന്ന് പറത്തി നോക്കിയതാ. ദേ കിടക്കുന്ന താഴെ 2 കഷ്ണമായിട്ട്. അതിന്റെ അടിയാണ് അവിടെ നടന്നതും. ഓ, രണ്ടൊന്നും നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ 2നും ഞാൻ തന്നെ കൊല്ലും. അങ്ങനെ നമ്മുടെ ചാർലി ഒരു വിധത്തിൽ എന്തൊക്കെയോ ചെയ്ത് പാവയൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ കേറ്റിക്കാണെങ്കിൽ അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവള് ചാർലിയോട് വഴക്കിട്ടുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു. ലാരിസ് ആണെങ്കിൽ അപ്പോഴേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. വീടിന് പുറത്തുണ്ടായിരുന്ന ഒരു ഗാർഡനിലേക്കായിരുന്നു കേറ്റി കളിക്കാൻ വന്നത്. അവൾ അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തെ ഗേറ്റിന്റെ അടുത്തായിട്ട് ആരോ വന്ന് കേറ്റിയുടെ പേര് വിളിക്കുന്നത്. ആരാ? ലൈലയാണോ? അല്ല, ഞാൻ ലൈലയുടെ അമ്മയാ. ലൈലയ്ക്ക് സുഖമില്ല, അതാ അവൾ കളിക്കാൻ വരാത്തത് കേട്ടോ. ഈ ലേഡിയെ മനസ്സിലായോ? സിനിമയുടെ തുടക്കത്തില് ഒരു ഫാമിലി കാണിച്ചില്ലേ, ആ കുട്ടികളുടെ അമ്മയായിരുന്നു ഇത്. ഇവരുടെ മകളാണ് ലൈല. ലൈല മോളോട് എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് അവൾ പറഞ്ഞു നിങ്ങളൊരു മാജിക്കുകാരിയാണെന്ന്. ആഹാ,
എങ്കിൽ ഞാനൊരു മാജിക് കാണിച്ചു തരട്ടെ. അത് കേട്ടതേ കേറ്റി സന്തോഷത്തോടു കൂടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവരാണെങ്കിൽ എന്തൊക്കെയോ ചെറിയ മാജിക് പോലെ കാണിച്ചിട്ട് അവളെ കയ്യിലെടുക്കാൻ നോക്കുകയാണ്. ശേഷം ഒരു ചോക്ലേറ്റ് എടുത്ത് അവൾക്ക് നേരെ നീട്ടിയതും കേറ്റി അത് സന്തോഷത്തോടെ മേടിച്ചു. എന്റെ കയ്യിൽ ഒരു സമ്മാനം കൂടിയുണ്ട്, ഞാൻ സ്വന്തമായിട്ട് വളർത്തിയെടുത്തതാ. അതും പറഞ്ഞ് ആപ്പിള് പോലെ തോന്നിക്കുന്ന ഒരു പഴമെടുത്ത് അവർ കേറ്റിക്ക് നേരെ നീട്ടി. ഒരു മടിയും കൂടാതെ അവളത് മേടിക്കുകയും ചെയ്തു. എന്നാൽ കേറ്റി അതങ്ങോട്ട് കയ്യിലേക്ക് മേടിച്ചതേ ആ സ്ത്രീ മന്ത്രം പോലെ എന്തോ ഉച്ചരിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആ ആപ്പിളിന്റെ അകത്തു നിന്നും ഒരു ജീവി പുറത്തേക്ക് വന്നിട്ട് അത് വേഗം കേറ്റിയുടെ വായ്ക്കുള്ളിലേക്ക് കയറി പോകുന്നത്. ആ ജീവി വായ്ക്കുള്ളിലേക്ക് ഇറങ്ങി ചെന്നതും ഒന്നും മിണ്ടാനോ ചലിക്കാനോ പോലും പറ്റാതെ കേറ്റി തറയിലേക്ക് അങ്ങ് വീണുപോയി. ഇതേ സമയം ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയാതെ വീടിനുള്ളിലാണ് ചാർലി. അവൻ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ നേരത്തെ ഒരു വലിയ കമ്പനിയിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ ആ ജോലി അവന് കിട്ടിയിരിക്കുകയാണ്. ചാർലിക്കാണെങ്കിൽ ആ വാർത്ത കേട്ടത് സന്തോഷം കൊണ്ട് അടക്കാനായില്ല. അവൻ വേഗം തന്നെ ലാരിസിനെ വിളിച്ചിട്ട് തനിക്ക് ജോലി കിട്ടിയ കാര്യം പറയുന്നു. അത് കേട്ടതേ അവൾക്ക് സന്തോഷമായി. എന്നാ അവൻ ലാരിസുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കേറ്റിയുടെ റൂമിലിരിക്കുന്ന ഒരു ടോയ്സിന്റെ ഉള്ളിലായിട്ട് എന്തോ ഒരു കവർ പോലെ അവൻ കാണുന്നത്. എന്താണെന്നറിയാനായിട്ട് അവൻ തുറന്നു നോക്കിയപ്പോഴോ അതിന്റെ ഉള്ളിൽ നിറയെ തിന്ന് തീർത്ത ചോക്ലേറ്റിന്റെ കവറുകളായിരുന്നു. ലാരിസ്, നീ കേറ്റിക്ക് ചോക്ലേറ്റ് കൊടുക്കാറുണ്ടോ എന്ന് വെച്ചാ ഒത്തിരി ചോക്ലേറ്റുകൾ ഇല്ലല്ലോ, നീ എന്താ അങ്ങനെ ചോദിച്ചത്? സംശയം തോന്നി ചാർലി അതിലൊരു കവറും എടുത്തുകൊണ്ട് നേരെ സെബാസ്റ്റിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. കേറ്റിക്ക് എവിടുന്ന ഈ ചോക്ലേറ്റ് കിട്ടിയത്? അത് ഗാർഡന്റെ പിറകിലായിട്ട് എന്ന് അവളുടെ ഒരു കൂട്ടുകാരി വരും, ആ കൊച്ച അവൾക്ക് അത് കൊടുക്കുന്നത്. അത് കേട്ടതേ ചാർലി വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഗാർഡനിലേക്ക് നടക്കുന്നു. വലിയൊരു ഗാർഡൻ ആണ് ഇത്. അവൻ ചെന്ന് നോക്കുമ്പോൾ കേറ്റിയുടെ കളിപ്പാട്ടങ്ങളൊക്കെ തറയിൽ കിടപ്പുണ്ട്. നേരത്തെ പൊട്ടിപ്പോയൊരു പാവയും ശരിയാക്കി കൊടുത്തില്ലേ, ദേ ആ പാവയും തറയിൽ കിടക്കുന്നു. അതിന്റെ കൂടെ ഗേറ്റിന്റെ ഒരു ഭാഗത്തെ കമ്പി പൊട്ടിച്ചിട്ടേക്കുമാണ്. ഇത് കണ്ടതേ ചാർലിക്ക് ഒരു കാര്യം മനസ്സിലായി, കേറ്റിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചാർലി വേഗം തന്നെ ആ പൊട്ടിയ കമ്പികൾക്കിടയിലൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി അവിടെ മുഴുവൻ കേറ്റി അന്വേഷിക്കാൻ തുടങ്ങി. അതുവഴി പോകുന്ന ആൾക്കാരോടെല്ലാം തന്റെ മകളെ പറ്റി അവൻ അന്വേഷിക്കുന്നു. പക്ഷേ ഒരാളെ പോലും കേറ്റിയെ കണ്ടിട്ടില്ല. എന്ത് വേണമെന്നറിയാതെ ഭ്രാന്ത് പിടിച്ചതുപോലെ അവൻ അവിടെ മുഴുവൻ ഓടി നടക്കുകയാണ്. എന്നാൽ അന്നേരമായിരുന്നു ദൂരെയായിട്ട് കേറ്റിയുമായിട്ട് ഓടിപ്പോകുന്ന ഒരു സ്ത്രീയെ അവൻ കാണുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ അവനും ആ സ്ത്രീക്ക് പുറകെ പായുന്നു. പക്ഷെ എത്ര ഓടിയിട്ടും അവൻ അവരെ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന്റെ കൂടെ സ്ഥിരമായിട്ട് പൊടിക്കാറ്റടിക്കുന്ന ഒരു പ്രദേശമായിരുന്നു അത്. അവനിങ്ങനെ കേറ്റിയെ നോക്കി നടക്കുമ്പോഴാണ് വീണ്ടും പൊടിക്കാറ്റടിക്കാൻ പോകുന്നു എന്നുള്ള വലിയ അലാറം മുഴങ്ങുന്നത്. അത് കാരണം ജനങ്ങൾ മുഴുവനും വീടുകളിലേക്ക് ഓടാനുള്ള വെപ്രാളത്തിലായിരുന്നു. പക്ഷേ അവൻ അതൊന്നും കാര്യമാക്കാതെ ആ ലേഡിയുടെ പുറകെ വെച്ച് പായുകയാണ്. എന്നാൽ ഇടയ്ക്ക് വെച്ച് അവന്റെ കണ്ണിൽ നിന്നും ആ ലേഡി മിസ്സായി പോയി. അതിന്റെ കൂടെ പെട്ടെന്നായിരുന്നു വലിയ രീതിയിലുള്ള പൊടിക്കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയത്. അതിഭയങ്കരമായൊരു പൊടിക്കാറ്റ്. അതിന്റെ ഉള്ളിൽ പെട്ടുപോയ ചാർലിക്ക് കണ്ണ് പോലൊന്നും തുറക്കാൻ പറ്റിയില്ല. തന്റെ കൺമുന്നിൽ കണ്ടിട്ട് പോലും തന്റെ മകളെ നിന്ന് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. ആ ദേഷ്യത്തിലും സങ്കടത്തിലും അവൻ വലിയ വായിൽ അലറിപ്പോയി. അങ്ങനെ അന്ന് തന്നെ ചാർലി ലാരിസുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നു. എന്നാൽ ആ പോലീസുകാരനാണെങ്കിൽ കുട്ടിയെ കണ്ടുപിടിക്കണമെന്ന് ഒരു ഊർജ്ജം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വെച്ച് കിട്ടിയ ആ മുട്ടായി കവർ വരെ അവൻ തെളിവിനായിട്ട് പോലീസുകാരുടെ കയ്യിൽ കൊടുക്കുന്നു. നിങ്ങൾ കള്ളം പറയാണെന്ന് ഞങ്ങൾക്ക് അങ്ങനെ അറിയാം, ചിലപ്പോ ഇയാൾ തന്നെ ആ കൊച്ചിനെ കൊന്നിട്ട് എവിടെയെങ്കിലും കുഴിച്ചിട്ടതാണെങ്കിലോ, നന്നായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ ചിലപ്പോ അറിയാൻ പറ്റും. ഡോ, സൂക്ഷിച്ച് സംസാരിക്കണം. മര്യാദയ്ക്ക് എന്റെ കൊച്ചിനെ കണ്ടുപിടിക്കാൻ ആളയച്ചോ. എന്റെ മോളെ ആരോ തട്ടിക്കൊണ്ടു പോയെന്ന് ഞാൻ തന്നോട് പറഞ്ഞില്ലേ? അയാളുടെ ആ വൃത്തികെട്ട സംസാരവും തന്റെ മകളെ കാണാത്തതും എല്ലാം കൂടി ചേർത്ത് അവിടെ വെച്ച് ചാർലി അങ്ങ് പൊട്ടിത്തെറിച്ചു പോയി. അല്ലേലും ലങ്ങരുടെ വർത്താനം കേട്ടാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ? പിന്നീട് കാണിക്കുന്നത് 8 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. കേറ്റിയെ കാണാതായിട്ട് 8 വർഷമാകുന്നു. ഇതുവരെ അവളെ പറ്റിയോ അവളെ കൊണ്ടുപോയവരെ പറ്റിയോ ഒരു തുമ്പ് പോലും കണ്ടെത്താനായിട്ടില്ല. എന്നാൽ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇപ്പോഴും ചാർലി ലാരിസും തന്റെ മകളെ അന്വേഷിക്കുകയാണ്. അവർക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഈ 8 വർഷങ്ങളിൽ ഒരു ദിവസം പോലും അവർ തങ്ങളുടെ മകളെ കുറിച്ച് ഓർക്കാതെ നിന്നിട്ടില്ല. ലാരിസ് ആണെങ്കിൽ കേറ്റിയുടെ മുറിയിൽ അവളുടെ പഴയ പാവകളും അവൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് സാധനങ്ങളും ഒരുക്കി ഇപ്പോഴും തന്റെ മകളെ കാത്തിരിക്കുകയാണ്. മാത്രമല്ല 8 വർഷങ്ങൾക്ക് മുന്നേ ലാരിസ് പ്രഗ്നന്റ് ആയിരുന്നില്ലേ? അവൾ അന്ന് പ്രസവിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു. ഇപ്പൊ ആ കുട്ടിക്ക് 8 വയസ്സ്. പേര് ബില്ലി. തന്റെ മൂത്ത ചേച്ചിയെ പറ്റി കേട്ടറിവ് മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രാത്രി ആയതും എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഇവരുടെ കൂടെ തന്നെയായിരുന്നു ലാരിസിന്റെ അമ്മയുടെയും താമസം. സെബാസ്റ്റ്യൻ ഇപ്പോ വളർന്ന് വലിയൊരു ചെറുക്കനായിട്ടുണ്ടേ. അമ്മ, അടുത്ത മാസം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, എനിക്ക് പോണം. വേണ്ട വേണ്ട, അത്രയും ദൂരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്താ ഞാൻ പോയാല്? എത്ര നാളായി ഫാമിലി ആയിട്ട് ഒരു വെക്കേഷൻ എങ്കിലും നമ്മൾ പോയിട്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണോ നിങ്ങൾക്ക്? പക്ഷെ അങ്ങനെ സംഭവിക്കാൻ ഞാൻ കേറ്റിയല്ല. ഡാ, മമ്മയോട് ഇങ്ങനെയാണോ നീ സംസാരിക്കുന്നത്? എന്നാൽ അത് കേട്ടതേ സെബാസ്റ്റ്യൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. കേറ്റിയെ കാണാതായ ശേഷം തന്റെ ബാക്കി 2 മക്കളെയും അവർ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടാറിയില്ല. കാരണം പേടി തന്നെയാണ്. കേറ്റിയെ പോലെ അവരെ കാണാതാകുമോ എന്നുള്ളൊരു പേടി. ആ പേടി അവരുടെ മക്കൾക്ക് മനസ്സിലാകണമെന്നില്ലല്ലോ. അടുത്തതായിട്ട് കാണിക്കുന്നത് ഗ്രാമത്തിലുള്ള റോഡിൽ കൂടി ഒറ്റയ്ക്ക് സൈക്കിളിൽ പോകുന്ന ഒരു ചെറുക്കനെയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് അവന്റെ സൈക്കിൾ ഒന്ന് കേടാകുന്നത്. അവൻ വേഗം അത് ശരിയാക്കാൻ നോക്കുന്നു. എന്നാൽ ആ സമയത്ത് അവന്റെ തൊട്ടു പിറകിലായിട്ട് ഒരു വിമാനം തകർന്നു വീഴുന്നത് കാണാൻ പറ്റും. എന്തോ പൊട്ടിത്തെറിക്കുന്ന പോലുള്ള ശബ്ദം കേട്ടതേ അവൻ വേഗം പിറകിലേക്ക് നോക്കി. എന്തോ വീണതാണെന്ന് മനസ്സിലായതും അവൻ വേഗം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോഴോ ചെറിയൊരു പ്രൈവറ്റ് ജെറ്റ് തകർന്ന തരിപ്പണമായിട്ട് കിടപ്പുണ്ട്. അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഡെഡ് ബോഡി. അത് കണ്ടതേ ചെക്കനങ്ങ് പേടിച്ചു പോയി. അത്
കണ്ടാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോഴാണ് മരത്തിന്റെ മുകളിലായിട്ട് മറ്റൊരു ഡെഡ് ബോഡി കൂടെ അവൻ കാണുന്നത്. മരത്തിന്റെ കൊമ്പ് കണ്ണിൽ കൂടി തറഞ്ഞു കയറി മരിച്ച ഒരാള്. അതും കൂടി കണ്ടതേ ചെക്കൻ ജീവനം കൊണ്ട് ഒരു ഓട്ടമായിരുന്നു. പക്ഷേ അങ്ങനെ ഓടിപ്പോകുന്ന വഴിക്ക് കാല് തന്നെ തറയിലേക്ക് അങ്ങ് വീണുപോയി. എന്നാൽ അവിടുന്ന് എഴുന്നേറ്റ് മുന്നിലേക്ക് നോക്കി അവൻ കണ്ടതാണെങ്കിൽ അതിനേക്കാളും ഭീകരമായൊരു സാധനം. എന്താണെന്ന് വെച്ചാൽ തുടക്കത്തില് നമ്മളൊരു ശവപ്പെട്ടി കണ്ടില്ലേ, അതേ ശവപ്പെട്ടിയാണ് ഇപ്പോൾ ഈ ചെറുക്കന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. പ്ലെയിൻ തകർന്നപ്പോൾ അതിൽ നിന്നും നിലത്തേക്ക് വീണ് പോയതാണ്. അങ്ങനെ ഇപ്പോ ആ ന്യൂസ് പരക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അപ്പൊ തന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് വന്ന് സാധനം അങ്ങ് തൂക്കി. ക്രെയിൻ ഉപയോഗിച്ച് ആ ശവപ്പെട്ടിയുടെ മൂടി തുറക്കുന്നു. അതിനകത്ത് ഒരു മമ്മി കിടപ്പുണ്ട്. അത് പിന്നെ അവർ എക്സ്പെക്ട് ചെയ്ത കാര്യമാണല്ലോ. പക്ഷേ ആ മമ്മിയെ ചുറ്റിയിരുന്ന തുണിക്കഷ്ണത്തിലായിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർ ആ തുണിക്കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറ്റി നോക്കുകയാണ്. പക്ഷേ കയ്യിലെയും മുഖത്തെയും തുണിക്കഷ്ണം മാറ്റിയതും അവർ ഞെട്ടിപ്പോയി. കാരണം അതിനകത്തുണ്ടായിരുന്ന മമ്മിക്ക് ഒട്ടും കാലപ്പഴക്കം ഉണ്ടായിരുന്നില്ല. ഇപ്പോ മരിച്ചു കിടക്കുന്നത് പോലുള്ള ഒരു രൂപം. ഇതൊക്കെ കണ്ട് അവരാകെ ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ മമ്മിക്ക് ജീവൻ വെക്കുന്നത്. പക്ഷേ അത് മമ്മിയല്ലായിരുന്നു കേട്ടോ. 8 വർഷം മുന്നേ കാണാതായ നമ്മുടെ കേറ്റി ഇല്ലേ, അവളായിരുന്നു അത്. മാത്രമല്ല അന്ന് ആ പഴത്തിനുള്ളിൽ നിന്നും ഒരു ജീവി അവളുടെ വായിലേക്ക് പോയില്ലേ. ഇപ്പോ കേറ്റിക്ക് ജീവൻ വെച്ചതും അന്ന് അവളുടെ വായിൽ കയറിയ ആ ചെല്ലി ദേ ഇപ്പോഴാണ് ഇറങ്ങി പോകുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നവരുടെ അവസ്ഥ പറയണ്ടല്ലോ. ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തില്ലെന്നേ ഉള്ളൂ. ഇതേ സമയം ചാർലി തന്റെ മക്കളുമായിട്ട് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. പുറത്തേക്കൊന്നും പോകുന്നില്ലെന്നുള്ള പിള്ളേരുടെ പരാതി തീർത്തു കൊടുക്കണ്ടേ. അതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ അവിടേക്ക് ചെന്ന് കാർ അങ്ങോട്ട് പാർക്ക് ചെയ്തതേ ആ സെക്കൻഡിൽ തന്നെയാണ് ചാർലിക്ക് ഒരു കോള് വരുന്നത്. അത് US എംബസിയിൽ നിന്നുള്ള കോളായിരുന്നു. അത് മനസ്സിലായതും പിള്ളേരെ കാറിലിരുത്തിക്കൊണ്ട് രണ്ടുപേരും വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. ഹലോ, നിങ്ങളുടെ മകൾ കേറ്റിയെ ഞങ്ങൾ കണ്ടെത്തി, അതും ജീവനോടെ. ഈ വാർത്ത കേൾക്കുന്ന ലാരിസിന്റെ ചാർലിയുടെ അവസ്ഥ പറയണോ? സന്തോഷമോ സങ്കടമോ എന്ന് വേണ്ട, എന്താണെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ ഒരു സെക്കൻഡ് പോലും അവർ നിന്നില്ല. അവര് വേഗം തന്റെ മകളെ കാണാനായിട്ട് ചെല്ലുന്നു. ഒരു ഹോസ്പിറ്റലിലായിരുന്നു കേറ്റി ഉണ്ടായിരുന്നത്. പക്ഷേ കേറ്റി കാണുന്നതിന് മുന്നേ ഡോക്ടർ അവരോട് പ്രത്യേകം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും വർഷം ഒരു പെട്ടിക്കുള്ളിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു നിങ്ങളുടെ മകൾ. അത് കാരണം അവളുടെ ചർമ്മത്തിന് നല്ല രീതിയിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾ ആഹാരമോ വെള്ളമോ ഒന്നും ഇല്ലാതെ സൂര്യപ്രകാശം പോലും ഏൽക്കാതെ ആ പെട്ടിക്കുള്ളിൽ അടഞ്ഞു കിടന്നതുകൊണ്ടായിരിക്കും അവൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. ഈ നിമിഷങ്ങളിൽ കടുത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്. ചിലപ്പോ വലിയ രീതിയിൽ ബഹളം വെക്കും, സ്വയം പരിക്കേൽപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അത് കാരണം ഞങ്ങളിപ്പോൾ അവളെ മരുന്ന് കൊടുത്ത് സമാധാനത്തോടെ ഇരുത്തിയിരിക്കുകയാണ്. അത് കാരണം നിങ്ങൾ കേറ്റി കാണുമ്പോൾ ബഹളം വെക്കാനോ വലിയ വായിൽ സംസാരിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ച ശേഷം ഡോക്ടർ അവരെ കേറ്റി കിടക്കുന്ന റൂമിലേക്ക് കൊണ്ടു ചെല്ലുന്നു. ഒരച്ഛനും അമ്മയ്ക്കും ഒരിക്കലും ഇങ്ങനൊരു ഗതി വരാൻ പാടില്ല. ആ അവസ്ഥയിലായിരുന്നു കേറ്റി ഉണ്ടായിരുന്നത്. അവളുടെ തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് ഒരുമാതിരി വയസ്സായ ആൾക്കാരുടെ കണക്കായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛനെയും അമ്മയും കണ്ടിട്ടൊന്നും അവൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൈയും കാലും ഒക്കെ കാണാൻ വല്ലാത്തൊരു രീതിയിൽ. നിങ്ങളുടെ മകളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. അവളുടെ പൾസ് റേറ്റ് ഒക്കെ കൃത്യം. ശരീരം കൊണ്ട് അവൾ ഓക്കെയാണ്. പക്ഷേ മനസ്സുകൊണ്ടാണ് അവൾ തകർന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന് തീർച്ചയായിട്ടും അവളെ മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ കേറ്റിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയായിരുന്നു ലാരിസും ചാർലിയും. എന്നാ പെട്ടെന്നായിരുന്നു കേറ്റി വല്ലാത്ത രീതിയിൽ വയലന്റ് ആകാൻ തുടങ്ങിയത്. അത് കണ്ടതേ ലാരിസും ചാർലിയും പേടിച്ചുപോയി. അങ്ങനെ അവിടുന്ന് രണ്ടുപേരും കൂടി നേരെ ഒരു പോലീസ് ഓഫീസറെ കാണാനായിട്ടാണ് പോകുന്നത്. 8 വർഷം മുന്നേ കേറ്റിയെ കാണാനില്ലെന്ന് അവരൊരു കംപ്ലൈന്റ് കൊടുക്കാൻ പോയില്ലേ, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ലേഡി ഓഫീസർ ആയിരുന്നു അത്. പേര് ഡാലിയ. ഈ ശവപ്പെട്ടിക്ക് 2000 മുതൽ 3000 വർഷം വരെ പഴക്കമുണ്ട്. നിങ്ങളുടെ മകളെ ഇതിനുള്ളിലിട്ട് കടത്താൻ ശ്രമിക്കുകയായിരുന്നു. അതൊക്കെ ശരി തന്നെ. പക്ഷേ എന്റെ മകൾ എങ്ങനെ ഒരു ശവപ്പെട്ടിക്കുള്ളിൽ വന്നത്? ഈ രാജ്യത്ത് ഇതൊക്കെ സർവ്വസാധാരണമാണ്. മനുഷ്യക്കടത്തിന് ഏറ്റവും ബെസ്റ്റ് വഴിയാണിത്. ആരും പെട്ടെന്ന് കണ്ടുപിടിക്കില്ലല്ലോ. ചരിത്രത്തെ തൊട്ട് നശിപ്പിക്കാൻ പോലീസുകാർ പോലും വരില്ല. നിങ്ങളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ വന്നപ്പോൾ നിങ്ങൾ അവിടെ ഇല്ലായിരുന്നോ? അന്ന് എന്താ നിങ്ങൾ പറഞ്ഞത്? എന്റെ മകളെ ഞാൻ കൊലപ്പെടുത്തിയതാണെന്നല്ലേ? അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ എന്തിയെ? അയാള് മരിച്ചു. അയാള് മരിച്ചെങ്കിൽ ഈ കേസ് നിങ്ങൾ നന്നായിട്ട് നോക്കുമെന്ന് ഞാൻ കരുതിക്കോട്ടെ. എന്റെ മകളെ ആരാണ് കൊണ്ടുപോയതെന്ന് എനിക്ക് കണ്ടെത്തണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് കണ്ടെത്തിയിരിക്കും. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ കേറ്റിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നടക്കാൻ കഴിയാത്തത് കൊണ്ട് വീൽ ചെയറിലായിരുന്നു അവൾ ഇരുത്തിയിരിക്കുന്നത്. ആ വീൽ ചെയറിൽ കേറ്റിയെ ഇരുത്തിയിട്ട് അവളെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്. ഈ സീൻ മൂവിയിൽ കാണുകയാണെങ്കിൽ ടെൻഷനായിട്ട് നമ്മുടെ നെഞ്ചുവരിടിച്ച് പുറത്തു വരും. അങ്ങനെ കേറ്റിയും കൊണ്ട് റൂമിലേക്ക് വന്നതേ ചാർലി അവളെടുത്ത് ബെഡിലേക്ക് കിടത്തുന്നു. സെബാസ്റ്റ്യനും ബില്ലിയും ഒക്കെ തങ്ങളുടെ ചേച്ചിയെ കാണാനായിട്ട് ബെഡിന്റെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കേറ്റി അവർക്ക് പരിചയമില്ലല്ലോ, പ്രത്യേകിച്ച് ബില്ലിക്ക്. അവൾ ആദ്യമായിട്ടല്ലേ അവളെ ചേച്ചിയെ കാണുന്നത്. പക്ഷേ സെബാസ്റ്റ്യൻ ആണെങ്കിൽ കേറ്റിയുടെ ഈ രൂപം അവസ്ഥയെല്ലാം കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് പോലും പോകുന്നുണ്ടായിരുന്നില്ല. ഹായ്, എന്റെ പേര് ബില്ലി. നമ്മൾ ആദ്യമായിട്ടാ കാണുന്നത്. പണ്ട് ചേച്ചിക്കുണ്ടായിരുന്ന അതേ പ്രായമാണ് എനിക്കിപ്പോ. ബില്ലി ആണെങ്കിൽ വായിൽ വന്നതെല്ലാം വളന്നിങ്ങനെ കേറ്റിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും
ഫോണിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതേ സമയം ലാരിസിന്റെ അമ്മയില്ലേ, അവര് കേറ്റിയുടെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് എന്തോ ഒരു പ്രാർത്ഥന ചൊല്ലുകയാണ് അവളുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി. എന്നാൽ അവര് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആമേൻ എന്നങ്ങോട്ട് പറഞ്ഞതും കേറ്റി വേഗം ചാടി എഴുന്നേറ്റ് തല കൊണ്ട് അവരുടെ മൂക്കിനിട്ടൊരു ഒറ്റ ഇടിയായിരുന്നു. മൂക്കിന്റെ പാലം തകർന്ന് ചോര വരെ വന്നു പോയി. അതിന്റെ കൂടെ കേറ്റിയാണെങ്കിൽ വല്ലാത്ത രീതിയിൽ വയലന്റ് ആകാനും തുടങ്ങിയിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ ഡോക്ടർമാർ കൊടുത്തിരുന്നു. ലാരിസ് വേഗം ഓടിച്ചെന്ന് ആ ഇഞ്ചക്ഷൻ എടുത്ത് കേറ്റിയുടെ വയറ്റിലൊന്ന് കുത്തിയപ്പോഴാണ് അവളൊന്ന് അടങ്ങിയതും. അങ്ങനെ രാത്രിയായി. ചാർലി ആണെങ്കിൽ ഉറക്കം പോലും ഇല്ലാതെ കേറ്റിയുടെ കേസിന് പുറകെയാണ്. ഇതേ സമയം ലാരിസ് ആണെങ്കിൽ കേറ്റിയോട് അവളുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പക്ഷെ കേറ്റി ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നത് കൂടിയില്ല. ഇടയ്ക്ക് വെച്ച് തനിക്കൊന്നും കേൾക്കണ്ട എന്ന പോലെ അവൾ ആ ബെഡിലേക്ക് കിടന്നു. അത് കാരണം ലാരിസ് ആണെങ്കിൽ പിന്നെ അവളെ ശല്യം ചെയ്തതുമില്ല. അതേസമയം ഉറങ്ങിക്കിടന്ന ബില്ലി എന്തോ ശബ്ദം കേട്ടാണ് ഞെട്ടി എഴുന്നേൽക്കുന്നത്. അവള് വേഗം തന്നെ പേടിച്ചിട്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന സെബാസ്റ്റിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അവൻ എഴുന്നേറ്റതേ സെയിം ശബ്ദം അവനും കേൾക്കുന്നുണ്ടായിരുന്നു. എവിടുന്നാണെന്ന് വെച്ചാൽ അതേ റൂമിൽ തന്നെ സ്റ്റോർ റൂമിന്റെ പോലത്തെ കുഞ്ഞൊരു ഡോർ ഉണ്ട്. വലിയൊരാൾക്ക് കയറി നിൽക്കാൻ പറ്റുന്ന ഗ്യാപ്പിലുള്ള സ്ഥലം ഉണ്ട് അതിനകത്ത്. അതിന്റെ ഉള്ളിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. ആ സമയത്ത് തന്നെയായിരുന്നു തന്റെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ചാർലി കേറ്റിയുടെ റൂമിലേക്ക് വരുന്നതും. പക്ഷേ അവൻ നോക്കുമ്പോൾ ലാരിസ് മാത്രം കിടന്നുറങ്ങുന്നുണ്ട്. കേറ്റിയെ കാണുന്നില്ല. വേഗം തന്നെ രണ്ടുപേരും കൂടി വീട് മുഴുവനും കേറ്റിയെ തപ്പാൻ തുടങ്ങി. തപ്പി തപ്പി അവസാന കുട്ടികളുടെ റൂമിലേക്കാണ് വരുന്നത്. ലാരിസ് വേഗം തന്നെ ശബ്ദം കേട്ട ഡോർ തുറന്നു നോക്കുന്നു. ആ സെക്കൻഡിൽ തന്നെയായിരുന്നു അവളെ പാസ് ചെയ്തുകൊണ്ട് എന്തോന്ന് വേഗത്തിൽ ഓടിപ്പോകുന്നത്. അത് കേറ്റിയാണെന്ന് മനസ്സിലായതും അവളും വേഗം അതിനകത്തേക്ക് കയറിയിട്ട് കേറ്റിയുടെ പിറകെ ഓടി. പക്ഷേ കിട്ടണ്ടേ. അടുത്തേക്ക് ചെല്ലും തോറും പാഞ്ഞൊരു പോക്കാണ്. കേറ്റിയുടെ റൂമിലും ഉണ്ടായിരുന്നു ഇതേപോലൊരു പാസേജ്. ചാർലി നേരെ അവിടേക്കാണ് പോകുന്നത്. ശേഷം അതിനുള്ളിലേക്ക് കയറിയിട്ട് അവനും എതിർവശത്തേക്ക് നടക്കാൻ തുടങ്ങി. പക്ഷേ ഭാര്യയും ഭർത്താവും പരസ്പരം കണ്ടുമുട്ടിയതല്ലാതെ കേറ്റിയെ കാണുന്നില്ല. അന്നേരമാണ് ഭിത്തിയിൽ കൂടി ഇങ്ങനെ എഴഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു തെളിനെ ഒരു കൈവന്ന് വേഗം പിടിച്ചുകൊണ്ട് പോകുന്നത്. വേറെ ആരുമല്ല, അത് കേറ്റിയായിരുന്നു. അവർ നോക്കുമ്പോൾ കേറ്റി ഒരു തേളിനെ കടിച്ച് പറിച്ച് ചവച്ചരച്ച് തിന്നുവാണ്. രണ്ടുപേരും ഞെട്ടിപ്പോയി. പക്ഷെ അവര് വിട്ടില്ല. ലാരിസും ചാർലിയും കൂടി കേറ്റിയെ പിടിച്ച പിടിയാലെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവളുടെ വായിലേക്ക് കൈയിട്ട് തിന്ന സാധനത്തെ അതുപോലെ അങ്ങ് ഛർദ്ദിപ്പിക്കുന്നു. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് സെബാസ്റ്റ്യനും ബില്ലിയും ആകെ പേടിച്ചു മാറി നിൽക്കുവാണ്. ഇതൊക്കെ കണ്ടാലും പിന്നെ പിള്ളേര് പേടിക്കില്ലേ. അങ്ങനെ പിറ്റേന്നായതും ചാർലി തന്റെ മക്കളെയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. പക്ഷേ പുറത്തേക്ക് പോകാനായിട്ട് ഗേറ്റിന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഗേറ്റിന്റെ വെളിയിലായിട്ട് 3-4 ചെന്നായ്ക്കൾ നിരന്നു നിൽക്കുന്നു. അതിനെയൊക്കെ കണ്ടിട്ട് ഇവരെ കടിച്ചു കയറാൻ നിൽക്കുന്നത് പോലെ ഒരു ഭാവമായിരുന്നു. ഇത്രയും നാളില്ലാത്ത ചെന്നായ്ക്കള് പെട്ടെന്ന് എങ്ങനെ വന്നെന്ന് ചാർലിക്ക് മനസ്സിലായില്ല. എങ്കിലും അവനത് വലിയ കാര്യമാക്കാതെ പിള്ളേരെ കൊണ്ടുചെന്ന് സ്കൂളിലാക്കുന്നു. എന്നാൽ ഇതേ സമയം കേറ്റിയെ കുളിപ്പിച്ചൊരുക്കുന്ന തിരക്കിലായിരുന്നു അവളുടെ അമ്മയും ഗ്രാൻമയും. ലാരിസ് നോക്കുമ്പോൾ അവളുടെ നഖം നല്ല രീതിയിൽ വളർന്നിരിപ്പുണ്ട്. അത് കണ്ടതേ അവള് വേഗം നെയിൽ കട്ടർ എടുത്ത് നഖം വെട്ടാൻ തുടങ്ങി. പക്ഷേ ഭയങ്കര കട്ടി. വെട്ടിയിട്ട് വരണ്ടേ. ലാസ്റ്റ് ആയിട്ട് തള്ളവിരലിലെ നഖം വെട്ടാൻ വേണ്ടി അവൾ ആ നഖത്തിൽ ഇങ്ങനെ നെയിൽ കട്ടർ വെച്ച് ശക്തിയായിട്ട് അമർത്തി പിടിച്ച് വെട്ടാൻ നോക്കുവാണ്. പക്ഷേ അത്രയും ശക്തിയിൽ പിടിച്ചത് കൊണ്ട് തന്നെ നഖത്തോടൊപ്പം ആ വിരല് മുതൽ മുട്ടുവരെയുള്ള തൊലി മുഴുവനും പിഴുതു പറഞ്ഞിഞ്ഞു പോരുന്നു. രണ്ടുപേരും ഞെട്ടിപ്പോയി. പക്ഷേ കേറ്റിക്ക് മാത്രം ഒരു അനക്കമില്ല. ഇതേ സമയം തന്നെ ചാർലി ഇപ്പോൾ മേലെയുള്ള കേറ്റിയുടെ റൂമിൽ നിൽക്കുവാണ്. സ്റ്റോർ റൂമിന്റെ ആ ചെറിയൊരു ഡോറില്ലേ, അത് ആണി വെച്ച് അടിച്ചു പൂട്ടുകയായിരുന്നു അവൻ. എന്നാൽ അപ്പോഴായിരുന്നു അവൻ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെ കാർപ്പറ്റിന്റെ അടിയിലായിട്ട് കുറെ രക്തവും പിന്നെ എന്താണെന്ന് അറിയാത്ത വേറെ എന്തൊക്കെയോ, അതെല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ് ഒരു മാതിരി ഇരിക്കുന്നു. മാത്രമല്ല അത്രയും ഭാഗത്തെ തടിയും ദ്രവിച്ചു പോയിട്ടുണ്ട്. എന്താണ് സംഭവം എന്നറിയാതെ അവൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ബാത്റൂമിൽ നിന്നും ലാരിസിന്റെ വലിയ വയലുള്ള നിലവിളി കേൾക്കുന്നത്. അവൻ വേഗം തന്നെ ബാത്റൂമിലേക്ക് ഓടിച്ചെന്ന് നോക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ലാരിസിനെ അവളുടെ അമ്മയെ അടിച്ചിട്ട് കൊണ്ട് കേറ്റി എങ്ങോട്ട് ഓടിപ്പോയിരിക്കുന്നു. ചാർലി വേഗം തന്നെ വീട് മുഴുവൻ കേറ്റി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴേ പടിയിലൂടെ എന്തോ താഴേക്ക് ഇറങ്ങി പോകുന്നു. അത് കേറ്റിയാണെന്ന് മനസ്സിലായതും അവനും വേഗം താഴേക്ക് ഓടി. പക്ഷേ ചാർലിയെ കാണുന്തോറും അവൾ ഇങ്ങനെ ഓടി ഒളിക്കുവാണ്. എന്നാൽ അവൻ വിടാതെ അവളുടെ പുറകെ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയോ, നേരത്തെ കാലിലെ തൊലി മുഴുവൻ ഇരിഞ്ഞു പോയില്ലേ, ഒരു കമ്പി എടുത്ത് ആ മുറിവിനുള്ളിലേക്ക് കുത്തി കുത്തി ഇറക്കുകയാണ് അവൾ. ആ കാഴ്ച കണ്ടതേ ചാർലി ഞെട്ടിപ്പോയി. അങ്ങനെ ഇപ്പോ കേറ്റിയെ തിരികെ കൊണ്ടുവന്നിട്ട് അവളുടെ മുറിവിലായിട്ട് മരുന്ന് വെച്ച് കെട്ടുകയാണ് ലാരിസ്. നമുക്ക് മോളെ വേറെ എവിടേക്കെങ്കിലും മാറ്റിയാലോ എന്ന് വെച്ചാ കുറച്ചു നാളത്തേക്ക്. അതെന്താ, എനിക്ക് എന്റെ മകളെ നോക്കാൻ പറ്റില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അതല്ല പറഞ്ഞത്. എന്താണെങ്കിലും അവൾ എങ്ങോട്ടും പോകുന്നില്ല. എത്ര വർഷം കഴിഞ്ഞിട്ട് കിട്ടിയതാണെന്ന് അറിയാവോ? അവൾ ഇനി ഇവിടെ നമ്മുടെ കൂടെ തന്നെ കാണും. ചാർലി അങ്ങനെ കൊണ്ട് പറഞ്ഞതേ ലാരിസിന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ലാരിസ്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അവൾക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അവളെ നേരെയാക്കാൻ പറ്റില്ല. എനിക്ക് പറ്റും. ഞാൻ അവളെ നേരെയാക്കും. നിനക്ക് നിന്റെ മനസ്സിൽ പഴയ കുറ്റബോധം കിടപ്പുണ്ട്. അത് കുഴിച്ചുമുടാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ ലാരിസ് ആ പറഞ്ഞത് ചാർലിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അവനെ കുത്തി പറയുന്നത് പോലെ, നീ എന്റെ മുഖത്ത് നോക്കി ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട് ലാരിസ്. എന്താണെന്ന് വെച്ചാൽ കേറ്റി കാണാതായത് എന്റെ തെറ്റാണെന്ന്. ഇത്രയും വർഷം കൊണ്ട് നിന്റെ മുഖത്ത് നിന്ന് തന്നെ എനിക്കത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാ. മോളെ കാണാതാവുന്നതിന്റെ അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനു മുന്നേ എല്ലാ ദിവസവും നീ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ടും ഏതോ ഒരു സ്ത്രീ ദിവസേന അവൾക്ക് ചോക്ലേറ്റ് കൂടെ കൊടുക്കുമായിരുന്നു. അവളുടെ അമ്മയായിരുന്നിട്ട് കൂടി നിനക്ക് എന്തുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത്? ചാർലിയുടെ ആ ചോദ്യം ലാരിസിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞു കളയുമെന്ന് അവൾ കരുതിയതേയില്ല. ചില ചോദ്യങ്ങൾ നമ്മുടെ നെഞ്ചിൽ തറച്ചു പോകുന്നു പറയില്ലേ, ആ അവസ്ഥയായിരുന്നു
പേടിയായിരുന്നു ലാരിസിന്. ചാർലിയുടെ വായിൽ നിന്നും അറിയാതെ അങ്ങ് വീണു പോയതാണ്. പക്ഷെ ഇനി പറഞ്ഞിട്ടെന്താ, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്നല്ലേ. ലാരിസ് ആണെങ്കിൽ ഈ സങ്കടം കൊണ്ട് നേരെ പോകുന്നത് കേറ്റിയുടെ അടുത്തേക്കാണ്. മോളെ, നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്ക് പ്ലീസ്. നിന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനല്ലേ പറഞ്ഞത്. ലാരിസ് ദേഷ്യപ്പെട്ടതും കേറ്റി ആണെങ്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരൊറ്റ തുപ്പായിരുന്നു. നേരത്തെ കേറ്റിയുടെ നഖം വെട്ടാൻ നേരത്തെ അവളുടെ തൊലി മൊത്തം ഒരിഞ്ഞു പോയില്ലായിരുന്നോ. ബാത്റൂമിലേക്ക് ചെല്ലുന്ന ചാർലിക്കാണെങ്കിൽ വീൽ ചെയറിനകത്ത് നിന്നും ആ തൊലി കിട്ടുന്നുണ്ട്. അവൻ നോക്കുമ്പോൾ ആ തൊലിക്കകത്തായിട്ട് എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു. പക്ഷേ അത് എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അവൻ വേഗം തന്നെ അതുമായിട്ട് തന്റെ ഓഫീസ് റൂമിലേക്ക് വന്ന ശേഷം ആ തൊലിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എന്തോ ഒന്ന് വലിച്ചു പുറത്തേക്ക് എടുക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അതൊരു തുണിക്കഷ്ണമായിരുന്നു. അതിലും ഏതോ ഭാഷയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ആ ഒരു ചെറിയ കഷ്ണം തൊലിയിൽ നിന്നും ഒന്നോ രണ്ടോ ഒന്നുമല്ല, അതുപോലെയുള്ള 6-7 കഷ്ണം തുണിയാണ് കിട്ടുന്നത്. പക്ഷേ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് എത്ര ശ്രമിച്ചിട്ടും അവൻ വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതുവരെ കാണാത്ത ഏതോ ഒരു ഭാഷ. പിന്നെ ഒന്നും നോക്കിയില്ല. പിറ്റേന്ന് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും റിസർച്ച് ചെയ്യുന്ന ഒരു പ്രൊഫസർ നേരിട്ട് ചെന്ന് കാണുന്നു. ശേഷം അവൻ എടുത്ത ആ തുണി കഷ്ണങ്ങളുടെ ഫോട്ടോയിൽ അയാൾ കാണിക്കുന്നുണ്ട്. ഈ ഭാഷ കണ്ടിട്ട് ഹിറാറ്റിക് പോലെ തോന്നുന്നുണ്ടല്ലോ. ഒരുപാട് പഴക്കച്ചെന്ന ഒരു ഈജിപ്ഷ്യൻ ഭാഷയാണിത്. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നതിന് 3000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളത്. അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? അതൊക്കെ പറയാം, പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. പിന്നെ നിങ്ങൾക്ക് ഇത് എവിടുന്നാ കിട്ടിയത്? അതെന്റെ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് കിട്ടിയതാ. അവനങ്ങനെ പറഞ്ഞതും അയാൾ പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. അങ്ങനെ രാത്രിയായി. ചാർലി ഇപ്പോ കേറ്റിയുടെ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവനെ നോക്കി കേറ്റി വാ വെച്ച് എന്തൊരു ശബ്ദം ഉണ്ടാക്കുന്നത്. ആദ്യം അവനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്നാൽ പിന്നീടാണ് അവന് മനസ്സിലായത് അവള് വെറുതെ ശബ്ദം ഉണ്ടാക്കുന്നതല്ല, തന്നോട് മോഴ്സ് കോഡിൽ എന്തോ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് അവൾ. മോഴ്സ് കോഡ് എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തില് കേറ്റിക്കുള്ള NCC ക്യാമ്പിന്റെ എന്തോ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ചാർലി കൈകൊണ്ട് ബെഞ്ചിൽ ഇങ്ങനെ കൊട്ടി ഓരോരോ ശബ്ദം ഉണ്ടാക്കത്തില്ലേ, അതാണ് മോഴ്സ് കോഡ്. അത് മനസ്സിലായതും ചാർലി വേഗം ചെന്നൊരു ബുക്ക് എടുത്തോണ്ട് വന്നിട്ട് അവൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിനനുസരിച്ച് ബുക്കിലെ കോഡ് വരയ്ക്കാൻ തുടങ്ങി. വരയും കുത്തും മാത്രമുള്ളൊരു ഭാഷ. എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം അവൻ വേഗം ചെന്നിട്ട് കേറ്റിയുടെ പഴയ ബുക്കുകളെല്ലാം മരിച്ചു പറക്കുന്നു. അതിൽ നിന്ന് മോഴ്സ് കോഡിന്റെ ബുക്ക് കണ്ടുപിടിച്ചു. ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അക്ഷരങ്ങളെല്ലാം വെച്ച് കോഡുകളെല്ലാം ഡീകോഡ് ചെയ്തെടുത്തപ്പോഴോ അവന് കിട്ടിയത് ലൈല എന്നൊരു പേരായിരുന്നു. ആരാണ് ലൈല എന്ന് മനസ്സിലായോ? കേറ്റിയെ തട്ടിക്കൊണ്ടുപോയ സ്ത്രീയില്ലേ, അവർക്ക് 3 മക്കളായിരുന്നല്ലോ, അതിലെ ആ പെൺകുട്ടിയുടെ പേരാണ് ലൈല. ചാർലി വേഗം തന്നെ ഡാലിയെ വിളിച്ച് കാര്യം പറയുന്നു. കേറ്റിക്ക് സുഹൃത്തുക്കളായിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ, പരിചയത്തിലുള്ളവർ അങ്ങനെ ആർക്കെങ്കിലും ആ പേരുണ്ടോ? ഇല്ല, എന്റെ കുടുംബത്തിലോ പരിചയത്തിലോ ലൈല എന്ന പേരുള്ള ആരുമില്ല. പരിചയമില്ലെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. കേറ്റിയെ കാണാതാവുന്നതിന് മുൻപ് മാത്രമല്ല, കാണാതായതിനു ശേഷവും അങ്ങനെ ഏതെങ്കിലും പേര് കേട്ടിട്ടുണ്ടോ എന്ന് ഓർത്തു നോക്ക്. ഡാലി അങ്ങനെ പറഞ്ഞതേ അവൻ വേഗം ചെന്ന് തന്റെ ഓഫീസ് റൂമിൽ ഉണ്ടായിരുന്ന വലിയൊരു പെട്ടി തുറന്നു നോക്കുന്നു. അതിലെന്താണെന്ന് വെച്ചാൽ, കേറ്റിയെ കാണാതായതിനു ശേഷം അവൾക്ക് അനുശോചനം അറിയിച്ചിട്ട് ഒരുപാട് കത്തുകൾ വരുമായിരുന്നു. ആ കത്തുകളായിരുന്നു ആ പെട്ടി നിറയെ. പക്ഷേ അവർ ഇതുവരെ ഒരെണ്ണം പോലും പൊട്ടിച്ചു വായിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവൻ അവിടെ കുത്തിയിരുന്ന് സകല കത്തുകളും പൊട്ടിച്ചു വായിക്കാൻ തുടങ്ങി. ലൈല എന്നൊരു പേര്, അതാണ് ലക്ഷ്യം. ഇതേ സമയം നമ്മുടെ ബില്ലിക്കാണെങ്കിൽ അങ്ങോട്ട് ബാത്റൂമിൽ പോകാൻ മുട്ടിയിട്ട് പാടില്ല. എന്നാ ഒറ്റയ്ക്ക് പോകാനാണെങ്കിൽ ഒടുക്കത്തെ പേടി. കാരണം കേറ്റിയുടെ റൂം ക്ലോസ് ചെയ്തിട്ട് വേണേ ബാത്റൂമിലേക്ക് പോകാൻ. അവള് വന്ന നാള് മുതൽ ഓരോന്ന് കണ്ടും കേട്ടും കേറ്റിയെ നല്ല പേടിയാണ്. പക്ഷേ ഇനി പിടിച്ചു വെച്ചാൽ നിന്നടുത്ത് തന്നെ സാധിക്കുമെന്ന് തോന്നിയതും അവള് രണ്ടും കൽപ്പിച്ച് ബാത്റൂമിലേക്ക് ഒരു ഓട്ടമായിരുന്നു. അങ്ങനെ ഇപ്പോ കാര്യമെല്ലാം സാധിച്ചിട്ട് അവള് തിരികെ തന്റെ റൂമിലേക്ക് പോകാൻ നേരമാണ് കേറ്റിയുടെ റൂമിൽ നിന്നും ഒരു പാട്ട് കേൾക്കുന്നത്. എന്ന് വെച്ചാ ആരോ പാടുന്നത് പോലെ. അതാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയില് അവൾ ആ ഡോറിന്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുന്നു. കേറ്റി, നീയാണോ പാടുന്നത്? അതെ, ഞാനാ പാടുന്നത്. എനിക്കിപ്പോ നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. കേറ്റിയുടെ ശബ്ദം കേട്ടതും ബില്ലിക്ക് അത്ഭുതമായി. എന്നാ ഞാൻ പോയി മമ്മിയോട് പറയട്ടെ? വേണ്ട, പറയണ്ട. എനിക്കാദ്യം നിന്നോടാ സംസാരിക്കേണ്ടത്. ഈ കുടുംബത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാ. നിന്റെ സംസാരവും ശബ്ദവും അങ്ങനെ നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാ. എനിക്ക് തോന്നുന്നത് നിനക്ക് നല്ല രുചിയായിരിക്കുമെന്നാ. അതും പറഞ്ഞ് താഴെയുള്ള കഥകിന്റെ വിടവിലൂടെ നാക്ക് പുറത്തേക്ക് നീട്ടി ബില്ലിയുടെ കാലിലേക്ക് ഒരു നക്കല്. കൊച്ചിന്റെ ശരീരം മുഴുവൻ പേടികൊണ്ട് വിറച്ചുപോയി. അവള് പേടിച്ചോടാൻ നോക്കിയപ്പോഴോ എന്തോ മന്ത്രം ചൊല്ലി കൊച്ചിനെ ഒറ്റ പിടുത്തമായിരുന്നു. ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ ബില്ലി അതേപോലെ തന്നെ അന്തരീക്ഷത്തിലൂടെ പറന്നു വന്ന് നേരെ ആ ഡോറിലേക്ക് ചെന്നങ്ങിരിക്കുന്നു. അവളെ അതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി തന്റെ കെട്ടുപാടിലാക്കുകയായിരുന്നു കേറ്റി. ഇതേ സമയം ഇവിടെ ചാർലി ആണെങ്കിൽ സകല കത്തുകളും പൊട്ടിച്ചു വായിച്ചു നോക്കി. പക്ഷെ ഇതുവരെ ലൈല എന്നൊരു പേര് മാത്രം അവൻ കണ്ടില്ല. എന്നാ ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന കത്ത് പൊട്ടിച്ചതും അവൻ ശരിക്കും ഞെട്ടി. അതിന്റെ മുന്നിൽ തന്നെ ആ ചോക്ലേറ്റിന്റെ ഫോട്ടോ ആയിരുന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ ആ മന്ത്രവാദിന്റെ ലേഡി സ്ഥിരമായിട്ട് ചോക്ലേറ്റ് കഴിക്കാൻ കേറ്റിക്ക് കൊടുക്കില്ലായിരുന്നോ, അതേ ചോക്ലേറ്റിന്റെ ഫോട്ടോ. അവൻ വേഗം ആ കത്ത് തുറന്ന് വായിക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാ, കേറ്റിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ആ കത്തെഴുതിയ ആളുടെ പേര് വായിച്ചപ്പോഴാണ് അവൻ ഒന്നുകൂടി ഞെട്ടിയത്. ലൈല ഖാലിൽ എന്നായിരുന്നു ആ കത്തെഴുതിയ ആളുടെ പേര്. വിവരം അറിഞ്ഞതേ ഡാലിയ ലൈല ഖാലിൽ എന്ന പേര് സിസ്റ്റത്തിൽ അരിച്ചു പെറുക്കാൻ തുടങ്ങി. എന്നാൽ അതേ പേരിൽ തന്നെ ഒരുപാട് ലൈലമാരുണ്ടായിരുന്നു. പിന്നീടുള്ള വഴി ആ കത്ത് വന്ന പോസ്റ്റ് ഓഫീസിന്റെ അഡ്രസ് തപ്പിപ്പിടിക്കലാണ്. അങ്ങനെ ആ അഡ്രസ്സും തപ്പിപ്പിടിച്ച് അന്വേഷിച്ചപ്പോഴാണ് 8 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു ആ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നത്. അതിന്റെ തുമ്പും തിരക്കി പോയപ്പോഴോ ഒരു ഫാം നടത്തുന്ന കുടുംബത്തിൽ നിന്ന് വന്ന ലെറ്റർ ആണെന്ന് മനസ്സിലായി. കാരണം ആ ഏരിയയിലെ ലൈല എന്ന പേരുള്ളത് ആ വീട്ടിൽ
ഫാമിൽ മാത്രമായിരുന്നു. ഫാം എന്ന് കേട്ടപ്പോഴേ ഡാലിയക്ക് എന്തോ മനസ്സിലായി. അവള് വേഗം ഓടി തന്റെ ഓഫീസിലേക്ക് തിരികെ ചെന്നിട്ട് അന്ന് കേറ്റിയെ കാണാതായ സമയത്ത് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിരുന്നു. അന്ന് അവളെ കാണാതായ സ്ഥലത്തുണ്ടായിരുന്ന ഫോട്ടോസ് എടുത്ത് നോക്കിയപ്പോഴാണ് അവിടെ ആപ്പിൾ പോലെ തോന്നിക്കുന്ന ഒരു പഴം കിടക്കുന്നത് അവൾ കാണുന്നത്. ഇതേ ഫ്രൂട്ടിന്റെ ഫാം ആയിരുന്നു ആ സ്ഥലത്തുണ്ടായിരുന്നത്. അതും കൂടി കണ്ടതും അവൾക്ക് നല്ല രീതിയിൽ ആ കുടുംബത്തിലേക്ക് സംശയം വരുന്നു. അങ്ങനെ ഇപ്പോ ചാർലി ആ പ്രൊഫസറെ കാണാനായിട്ട് വീണ്ടും ചെന്നിരിക്കുകയാണ്. ആ തുണി കഷ്ണങ്ങളിൽ ഉണ്ടായിരുന്ന എഴുത്തെന്താണെന്ന് അയാൾ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇത് വളരെ പുരാതനമായ ഒരു ഭാഷയാണ്. പണ്ടുകാലത്ത് ഏതോ ചടങ്ങുകൾ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മന്ത്രങ്ങൾ. പക്ഷേ ഈ മന്ത്രങ്ങളിലെല്ലാം ആവർത്തിച്ചൊരു പേര് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നാസ്മറേനിയൻ. അതെന്താ ഈ നാസ്മറേനിയൻ? അതെന്താണെന്ന് വെച്ചാൽ 14,000 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പിശാചിന്റെ പേരാണത്. ആ പിശാചിന്റെ പ്രധാന പണി എന്താണെന്ന് വെച്ചാൽ കുടുംബങ്ങളിലുള്ള ആൾക്കാരെയെല്ലാം പരസ്പരം തെറ്റിച്ച് അവിടെ അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊല്ലിക്കലാണ് ഹോബി. എന്ന് വെച്ചാ അച്ഛനെ മകനെ കൊണ്ട് കൊല്ലിക്കുക, അമ്മയെ കൊണ്ട് മക്കൾക്കുള്ള കുഴിമാട ഉണ്ടാക്കുക, ഭാര്യയും ഭർത്താവിനും തമ്മിൽ കൊല്ലിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അതെല്ലാം കണ്ട് മാറിയിരുന്ന് സന്തോഷിക്കും. കുടുംബത്തിന്റെ വിനാശകൻ എന്നാണ് ഈ പിശാചിനെ അറിയപ്പെട്ടിരുന്നത്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഇതിങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. അന്നത്തെ കാലത്ത് ഒരു സമൂഹത്തിന് മുഴുവൻ ഇത് ബാധിച്ചിരുന്നു. പിന്നീട് BC 2000 ഒക്കെ ആയപ്പോഴേക്കും അതിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. പിന്നെ ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ ആചാരങ്ങളൊക്കെ നടത്തി അതിനെ പൂട്ടിക്കെട്ടുകയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് അയാളുടെ ദേഹത്തേക്ക് അവർ ആ പിശാചിനെ കടത്തിവിടും. ശേഷം ഇതുപോലെ മന്ത്രങ്ങളൊക്കെ എഴുതി ഒരുപാട് തുണിക്കഷ്ണങ്ങൾ കൊണ്ട് അയാളുടെ ദേഹം മുഴുവനും വരിഞ്ഞു കെട്ടി എന്നേക്കുമായിട്ട് ഒരു ശവപ്പെട്ടിയിലിട്ട് പൂട്ടുകയാണ് ചെയ്യുന്നത്. അതോടെ ആ പിശാചിന് പിന്നീട് ആ ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. എന്നേക്കുമായിട്ട് ആ ബോഡിയിൽ കുടുങ്ങി കിടക്കേണ്ടി വരും. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പറ്റിയിട്ട് ആ മന്ത്രങ്ങളെല്ലാം ശരീരത്തിൽ നിന്ന് മാറാൻ ഇടയാവുകയാണെങ്കിൽ ആ പിശാച് വീണ്ടും പുറത്തേക്ക് വരും. എന്നാൽ ആ പ്രൊഫസർ ഈ പറഞ്ഞതെല്ലാം കേട്ടതും ചാർലിക്കാകെ പേടിയായി. കാരണം തന്റെ മകളുടെ ശരീരത്തിൽ നിന്നാണല്ലോ അത് കിട്ടിയത്. പിന്നെ ഇപ്പോൾ തന്റെ വീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടി വായിച്ചതും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് അവനും ബോധ്യമായി. അടുത്തതായിട്ട് ബില്ലിയെയാണ് കാണിക്കുന്നത്. ഇന്നലെ രാത്രിയിലെ കേറ്റി മന്ത്രങ്ങളൊക്കെ ചൊല്ലി അവളെ എന്തോ ചെയ്തില്ലായിരുന്നോ? അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബില്ലിയുടെ മുഴുവൻ കൺട്രോളും ആ പിശാചിന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലാസ്സിലിരുന്ന അവളുടെ അടുത്തേക്ക് വന്ന് ടീച്ചർ എന്തോ അങ്ങോട്ട് ചോദിച്ചതും ടീച്ചറിന്റെ മുഖത്തേക്ക് നോക്കി ഒരു പച്ച തെറിവിളിയായിരുന്നു. അങ്ങനെ ഇവിടെയാണെങ്കിൽ ഡാലിയ കിട്ടിയ അഡ്രസ്സും തപ്പിപ്പിടിച്ച് ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വലിയൊരു ഫാം ആയിരുന്നു അത്. അതിന് നടുക്കായിട്ട് കുഞ്ഞൊരു വീടും. അവൾ ചെന്ന് ആ വീടിന് മുന്നിലെ ഡോർ തട്ടിയെങ്കിലും അകത്തു നിന്ന് റെസ്പോണ്ട് ഒന്നുമില്ല. പിന്നെ ആ വീടിന് ചുറ്റും നടന്ന് അതിന്റെ പിറകുവശത്തേക്ക് എത്തി. അടുക്കള കതവ് പുറത്തു നിന്ന് കുറ്റിയിട്ടേക്കുമായിരുന്നു. അവള് വേഗം ആ ലോക്ക് തുറന്നുകൊണ്ട് തന്റെ തോക്കും കൂടി എടുത്ത് വളരെ ശ്രദ്ധയോടെ വീടിനുള്ളിലേക്ക് കയറി. എവിടെയെങ്കിലും ആരെങ്കിലും പതുങ്ങിയിരുന്നാൽ അറിയാൻ പറ്റില്ലല്ലോ. പക്ഷേ അകത്തൊരൊറ്റ കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ മുഴുവൻ ഇങ്ങനെ നടന്നു നോക്കുമ്പോഴാണ് താഴെ ബേസ്മെന്റിലേക്കുള്ള ഒരു വഴി അവൾ കാണുന്നത്. അതുവഴിയെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ കണ്ടതോ തുടക്കത്തില് ബേസ്മെന്റിലായിട്ട് പിരമിഡ് പോലും ഒന്നും കണ്ടില്ലേ? അതേ പിരമിഡ് മാത്രമല്ല തറയിലായിട്ട് ഒരു ചങ്ങല കൂടി അവൾ കാണുന്നുണ്ട്. ആ ചങ്ങല പോയിരിക്കുന്ന റൂട്ട് കണ്ടുപിടിച്ചപ്പോൾ താഴേക്കുള്ള വഴി അവൾ കണ്ടു. ആ ഡോർ തുറന്നുകൊണ്ട് അവൾ താഴേക്ക് ടോർച്ചടിച്ച് നോക്കിയപ്പോഴോ അതിന്റെ അകം കാണാൻ വലിയൊരു ഗുഹ പോലെ ഉണ്ടായിരുന്നു. അതുവഴിയെ അവൾ പതിയെ താഴേക്ക് നടക്കുന്നു. ആ സ്ഥലവും അവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് അവൾക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. അമ്മ അതിനൊരു സ്ഥലം നടന്ന് നടന്ന് അതിന്റെ ഏറ്റവും അറ്റത്തെത്തിയപ്പോഴോ തുടക്കത്തില് ആ ശവപ്പെട്ടിയുടെ മൂടി തുറക്കാൻ ഉപയോഗിച്ച കൊളുത്തുകളില്ലേ അതും പിന്നെ ആരെയോ കെട്ടിയിടാൻ ഉപയോഗിക്കുന്ന ഒരു പലക അതൊന്നും പറഞ്ഞിട്ട് ആരെയോ കുഴിച്ചിട്ടത് പോലെയുള്ള ഒരു സ്ഥലവും. ആക്ച്വലി അത് കുഴിച്ചിട്ടതല്ല. തുടക്കത്തിൽ കാണിച്ച ആ ശവപ്പെട്ടി ഇരുന്നിരുന്നില്ലേ അതിരുന്ന സ്ഥലമായിരുന്നു അവിടെ. അങ്ങനെ അവിടെയെല്ലാം കണ്ട ശേഷം അവൾ തിരികെ മുകളിലേക്ക് തന്നെ വരുന്നു. പക്ഷേ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വന്നപ്പോഴാണ് കിച്ചണിലായിട്ട് ആരോ നിൽക്കുന്നത് പോലെ. അവള് വേഗം തോക്കെടുത്ത് അതിന് നേരെ ചൂണ്ടി. എന്നാൽ ആ സ്ത്രീ ആണെങ്കിൽ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്നൊരു കത്തിയും എടുത്തുകൊണ്ട് ഡാലിയക്ക് നേരെ പാഞ്ഞൊരു വരക്കം. പേടിച്ചു പോയ ഡാലിയ അവരുടെ നെഞ്ചിലേക്ക് തന്നെ നോക്കിയ ഒരൊറ്റ വെടി. അതാരാണെന്ന് വെച്ചാൽ തുടക്കത്തിൽ കാണിച്ച ആ സ്ത്രീയില്ലേ കേറ്റിയെ തട്ടിക്കൊണ്ടുപോയ സ്ത്രീ, അവരായിരുന്നു അത്. നീ അല്ലേ കേറ്റിയെ തട്ടിക്കൊണ്ടു പോയത്? അവളെ നീ എന്താ ചെയ്തത്? എന്നാ പെട്ടെന്നായിരുന്നു വീടിന് പുറത്തായിട്ട് മറ്റൊരു പെൺകുട്ടി വന്നു നിൽക്കുന്നത്. അതാരാണെന്ന് വെച്ചാൽ അതാണ് ലൈല. ഇവർക്ക് 3 മക്കളായിരുന്നല്ലോ, 2 ആൺകുട്ടികളും ഒരു പെൺകൊച്ചും. ആ പെൺകുട്ടിയാണ് ലൈല. അവരുടെ 2 ആൺമക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ജെറ്റ് തകർന്നു വീണ സമയത്ത് 2 പേര് മരിച്ചത് കാണിച്ചില്ലേ, ഇവരുടെ മക്കളായിരുന്നു അത്. ഡാലിയെ കണ്ടതേ ലൈല പാഞ്ഞൊരോട്ടം. തൊട്ടു പിറകെ അവൾ പിടിക്കാനായിട്ട് ഡാലിയെയും. ഇനിയിപ്പോ കേറ്റിയെ പറ്റിയുള്ള സത്യം അറിയണമെങ്കിൽ അത് ലൈലയ്ക്ക് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് അവള് ജീവനോടെ വേണം. പക്ഷേ ലൈല ഓടിയത് രക്ഷപ്പെടാനായിരുന്നില്ല. അവൾ ഓടിച്ചെന്നിട്ട് മണ്ണിലായിട്ട് കുഴിച്ചിട്ട എന്തോന്ന് വേഗം മാന്തി എടുക്കാൻ തുടങ്ങി. ഡാലിയ ഓടി അവളുടെ അടുത്തേക്ക് വന്നതും ലൈല കുഴിച്ചിട്ട ആ സാധനം എടുത്ത് അവളെ പൊക്കി കാണിക്കുന്നു. അതെന്താണെന്ന് അറിയാനായിട്ട് ഡാലിയ അത് തുറന്നു നോക്കിയപ്പോഴോ അതിന്റെ ഉള്ളിലായിട്ട് ഒരു കാസറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കേറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തതായിട്ട് ലാരിസിനെയാണ് കാണിക്കുന്നത്. അവൾ കേറ്റിയെ കുളിപ്പിക്കാൻ വേണ്ടി ബാത്ടബിലേക്ക് വെള്ളം പിടിക്കാനായിട്ട് പൈപ്പ് തുറന്നതും വെള്ളത്തിന് പകരം കറുത്ത നിറത്തിലുള്ള വേറെ എന്തോ ആണ് പുറത്തേക്ക് വന്നത്.
വന്നത്. പ്രശ്നം ഹീറ്ററിന്റെ ആയിരിക്കും കരുതി അവള് വേഗം ഓടിച്ചെന്ന് ബേസ്മെന്റിലുണ്ടായിരുന്ന ഹീറ്റർ ഓഫ് ചെയ്യുന്നു. എന്നാൽ അപ്പോഴാണ് തറയിൽ നിരന്ന് കിടക്കുന്ന കത്തുകൾ ലാരിസ് കാണുന്നത്. അതിൽ തന്നെ ലൈല എഴുതിയ കത്തില്ലേ, അത് ചാർലി പ്രത്യേകം മാറ്റി വെച്ചിരുന്നു. കൃത്യം ലാരിസ് അത് കാണുകയും ചെയ്തു. ഇവിടെയാണെങ്കിൽ ചാർലി സെബാസ്റ്റ്യനെയും ബില്ലിയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് വരികയാണ്. കാറിലിരിക്കുന്ന ബില്ലി ആണെങ്കിൽ പറയുന്നത് മുഴുവനും വൃത്തികേട്, അതും സ്വന്തം ചേട്ടനെ നോക്കി. ഇന്ന് സ്കൂളിൽ നടന്നോന്ന് അമ്മ അറിയണ്ട കേട്ടോ, ഇപ്പൊ തന്നെ അവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി ഇതും കൂടെ പറഞ്ഞ് സമാധാനം കളയണ്ട. ഇന്ന് സ്കൂളിൽ വെച്ച് ടീച്ചറിനെ നോക്കി തെറി വിളിച്ചില്ലേ, ആ കാര്യം പറയേണ്ടതാണ് ചാർലി പറയുന്നത്. ഇതേ സമയം കെയ്റ്റിയുടെ ഗ്രാൻഡ്മയ്ക്ക് നേരത്തെ അവളുടെ കയ്യിൽ നിന്ന് മൂക്കിനിട്ട് ഇടി കിട്ടിയത് മതിയായില്ലെന്ന് തോന്നുന്നു. ദേണ്ടേ വീണ്ടും അവളുടെ മുന്നിൽ വന്ന് നിന്ന് എന്തോ പ്രാർത്ഥന ചൊല്ലുവാണ്. പ്രാർത്ഥനയെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് അവളെ നോക്കി കുരിശങ്ങോട്ട് വരച്ചതും കെയ്റ്റി ഗ്രാൻഡ്മയുടെ കയ്യിൽ നോക്കി നല്ല അസലൊരു കടിയായിരുന്നു. ഒരു വിധത്തില് അവളുടെ പിടിവിട്ട് അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴോ കഥക് അങ്ങ് അടച്ചു കളഞ്ഞു. എന്നിട്ടാണെങ്കിൽ അവരുടെ മോന്ത നോക്കി ഒരു ഒറ്റയടി, വായിലുണ്ടായിരുന്ന വെപ്പുപല്ല് വരെ തെറിച്ചുപോയി. എന്നിട്ടും കെയ്റ്റി അടങ്ങിയില്ല. ഗ്രാൻഡ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ജപമാലയില്ലേ, അത് വെച്ച് അവരുടെ കഴുത്തിൽ തന്നെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കുവാണ്. ശേഷം വിൻഡോയിൽ കൂടി എടുത്ത് പുറത്തേക്ക് ഒരു ഒറ്റയേറ് ചെന്ന് വീണതാണെങ്കിലോ വീട്ടിലേക്ക് വന്ന ചാർലിയുടെ കാറിന്റെ തൊട്ടു മുകളിലേക്കും. ഇതെല്ലാം കണ്ട ബില്ലി ആണെങ്കിൽ ഒടുക്കത്തെ ശരി. ചാർലി സെബാസ്റ്റ്യനും ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ടിരിക്കുവാണ്. ഇതേ സമയം തന്നെയായിരുന്നു ലാരിസ കെയ്റ്റിയുടെ മുറിയിലേക്ക് വന്നതും. കെയ്റ്റി ആണെങ്കിൽ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണൻ എന്ന് പറഞ്ഞുള്ള കിടപ്പിലാണ്. വിൻഡോ പൊട്ടിക്കിടക്കുന്നത് കണ്ട് അവൾ ഓടി വന്ന് താഴേക്ക് നോക്കിയപ്പോഴോ സ്വന്തം അമ്മയെ ചെന്നായ്ക്കൾ ഇട്ട് കടിച്ചു പറിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല അപ്പോഴും ഗ്രാൻഡ്മയ്ക്ക് ജീവനുണ്ടായിരുന്നെന്നാണ്. ചാർലിക്കാണെങ്കിൽ അവരെ രക്ഷിക്കാനായിട്ടൊന്നും പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല. കാറിന് ചുറ്റും കടിച്ചു പറിക്കാനായിട്ട് നിൽക്കുവല്ലേ ചെന്നായ്ക്കള്. എല്ലാവർക്കും വെറുതെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റിയുള്ളൂ. ഒടുക്കം അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ അമ്മ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് ഡാലിയയാണ്. അവൾക്ക് നേരത്തെ ഒരു കാസറ്റ് കിട്ടിയില്ലേ, അതിലെന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ അത് പ്ലേ ചെയ്ത് നോക്കുന്നു. അതില് കെയ്റ്റിയെ തട്ടിക്കൊണ്ടുപോയ ആ ലേഡി റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. ഈ ചടങ്ങ് ചെയ്യാൻ ഒരു കുട്ടിയാണ് ബെസ്റ്റ്, അങ്ങനെ ചെയ്താൽ ആ ബോഡി ഒരുപാട് നാൾ നിലനിൽക്കും. അത് പറഞ്ഞുകൊണ്ട് അവർ ആ ക്യാമറയുമായിട്ട് ആ ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ പിന്നീട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. എന്നാ അതെല്ലാം ഡാലിയ കാണുന്നുണ്ടായിരുന്നു. അതിൽ കാണിക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാനാവാതെ അവള് നേരെ ലൈലയുടെ അടുത്തേക്കാണ് പോകുന്നത്. ആ വീഡിയോയിൽ എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്, മര്യാദയ്ക്ക് വാ തുറന്ന് പറയടി. ഡാലിയ ദേഷ്യപ്പെട്ടതും ലൈല തന്റെ നാവൊന്ന് പുറത്തേക്ക് നീട്ടി കാണിച്ചു. അത് കണ്ട ഡാലിയ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ലൈലയുടെ നാക്ക് അറുത്തു മാറ്റിയിരിക്കുന്നു. അതും സ്വന്തം അമ്മ ചെയ്ത ക്രൂരത. അത് കാരണം അവൾക്ക് നേരെ ചെവി സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. എങ്കിലും ലൈലയെ കൊണ്ടാവുന്ന വിധത്തില് അവൾ തനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ പറയാൻ ശ്രമിക്കുന്നു. ഒരിക്കൽ അവൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ ശ്രമിച്ചതാണ്. അതിന് അവളുടെ അമ്മ കൊടുത്ത ശിക്ഷയായിരുന്നു ആ നാവ് മുറിച്ചു മാറ്റിയതും. അങ്ങനെ ലൈല തനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവനും ഒരു പേപ്പറിൽ എഴുതി അത് ഡാലിയുടെ കയ്യിൽ കൊടുക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചതും ഡാലിയ ശരിക്കും ഞെട്ടിപ്പോയി. അടുത്തതായിട്ട് ചാർലിയുടെ വീടാണ് കാണിക്കുന്നത്. ലാരിസിന്റെ അമ്മയെ കെയ്റ്റി കൊന്നില്ലായിരുന്നോ? ഇപ്പോൾ ആ വീട്ടില് അവരുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ബില്ലി ഇല്ലേ, അവള് റൂഫിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ശേഷം തന്റെ ഓരോ പല്ല് വെച്ച് പിഴുതെടുക്കാൻ തുടങ്ങി. എന്നിട്ട് ആ രക്തം ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്ന മുഴുവൻ ഫുഡിലേക്ക് തുപ്പിയിടുന്നു. ഇത് ആരോട്ട് ശ്രദ്ധിക്കുന്നതുമില്ല. ചാർലി എവിടെയാണെന്ന് വെച്ചാ അവൻ കെയ്റ്റിയുടെ റൂമിന്റെ പുറത്ത് കാവലിരിക്കുവാണ്. കെയ്റ്റിയെ തിരികെ കിട്ടിയതോ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയോ ഒന്നും ആർക്കും അറിയില്ലല്ലോ. ആ സമയത്താണ് സെബാസ്റ്റ്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ലാരിസിന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവനെ വിളിക്കാൻ വന്നതാണ്. അത്യാവശ്യമായതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യനെ കാവലിരുത്തിയ ശേഷം ചാർലി താഴേക്ക് പോകുന്നു. നീ പറഞ്ഞതാ ശരി, നമുക്ക് കെയ്റ്റി ഇവിടുന്ന് മാറ്റി നിർത്തിയാലോ? കുറച്ചു ദിവസം മുന്നേ ചാർലി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്തൊക്കെ പുകിലായിരുന്നു. അന്നേ അത് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അവളുടെ അമ്മയെങ്കിലും ജീവനോട് കണ്ടാനെ. ഇവിടെ നമ്മുടെ സെബാസ്റ്റ്യൻ കെയ്റ്റിയുടെ റൂമിന്റെ മുന്നിൽ ഇരിക്കുവല്ലേ. അവൻ നോക്കുമ്പോൾ അകത്തു നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ പതിയെ ഡോറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പ്ലീസ് എന്നെ ഒന്ന് തുറന്നു വിടുവോ? താഴെ നടക്കുന്ന ഫൺ പാർട്ടിയിൽ എനിക്ക് പങ്കെടുക്കണം. എന്നെ എന്തിനാ വെറുതെ എങ്ങനെ പൂട്ടിയിട്ടേക്കുന്നത്? കെയ്റ്റിയുടെ ആ ശബ്ദം കേട്ടതേ സെബാസ്റ്റ്യൻ പേടിച്ച് താഴെയുള്ള തന്റെ റൂമിലേക്ക് ഓടിപ്പോകുന്നു. ശേഷം അവളുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി വേഗം തന്നെ ഹെഡ്ഫോൺ എടുത്തു വെച്ച് പാട്ട് കേൾക്കാൻ തുടങ്ങി. എന്നാൽ ആ ഹെഡ്ഫോണിൽ നിന്നും പാട്ടിന് പകരം കെയ്റ്റിയുടെ ശബ്ദമായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. പണ്ട് എന്റെ പാവയെ നീ പാരച്ചൂട്ട് പറത്തി കളിച്ചില്ലേ, അതുപോലെ ഞാനും ഗ്രാനി ഒന്ന് പറത്തി നോക്കിയതാ. നീയാ എനിക്ക് ഐഡിയ തന്നത്. അപ്പോ ഗ്രാനി മരിച്ചത് നീ കാരണമാ. അങ്ങനെ കെയ്റ്റിയുടെ ശബ്ദം അവൻ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുവാണ്. ഇതേ സമയം നമ്മുടെ ബില്ലി ആണെങ്കിൽ പറിച്ച് അവളുടെ പല്ല് മുഴുവൻ പിഴുതെടുത്തിട്ടുണ്ട്. ശേഷം നേരെ അവളുടെ ഗ്രാൻഡ്മയുടെ ബോഡിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. വായ തുറന്നു പോകാതിരിക്കാൻ വേണ്ടി തുന്നി കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ നൂലിൽ പിടിച്ച് വലിച്ചതേ വായ അങ്ങ് തുറന്നു വന്നു. പല്ലില്ലാത്തത് കാരണം വെപ്പപ്പല്ലല്ലായിരുന്നു ഗ്രാനി വെക്കുന്നത്. അതെടുത്ത് ബില്ലി സ്വന്തം വായിലേക്ക് അങ്ങ് വെച്ചു. ശേഷം നേരെ ലാരിസിന്റെ ചാർലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് വായ തുറന്നൊരു ചിരി. രണ്ടുപേരും അന്തം വിട്ടുപോയി. അതും പോരാഞ്ഞിട്ട് അവിടെ നിന്നൊരാളെ തള്ളിയിട്ട ശേഷം അങ്ങേരുടെ ദേഹത്തേക്ക് ചാടി കയറിയിട്ട് അയാളുടെ കഴുത്ത് കടിച്ചു പറിച്ചെടുക്കാൻ തുടങ്ങി. ഇവിടെ ഈ ബഹളങ്ങളെല്ലാം നടക്കുന്നതിനിടയിൽ തന്നെ തന്റെ റൂമിന്റെ തറഭാഗം തുറന്ന് കെയ്റ്റി താഴേക്ക് വരികയാണ്. അവളുടെ റൂമിലെ കാർപ്പറ്റിന്റെ അടിയിലായിട്ട് കുറച്ച് നനഞ്ഞ ഭാഗം ഉണ്ടായിരുന്നില്ലേ, ആ ഭാഗം തുറന്നിട്ടാണ് അവൾ ഇപ്പോൾ നേരെ ഹാളിന്റെ റൂഫ് ടോപ്പിലേക്ക് വന്നത്. ശേഷം ഗ്രാൻഡ്മ കിടന്നിരുന്ന ശവപ്പെട്ടിക്കുള്ളിലേക്ക് എടുത്ത് ചാടുന്നു. എന്നിട്ട് ആ ബോഡിയുടെ കഴുത്ത് കടിച്ചു പറിച്ചെടുത്തുകൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന
കറുത്ത നിറത്തിലുള്ള എന്തോന്ന് നക്കി കുടിക്കുകയാണ്. ഈ കാഴ്ച നമ്മുടെ ലാരിസും കാണുന്നു. അവൾ ഓടി വന്ന് കേറ്റിയെ പിടിച്ച് മാറ്റാൻ നോക്കിയതും ശവപ്പെട്ടി അടക്കം ഉരുണ്ട് തറയിലേക്ക് അങ്ങ് വീണുപോയി. അതിന്റെ കൂടെ ഗ്രാൻമയുടെ കഴുത്തിൽ മുറിഞ്ഞ ഭാഗത്തു നിന്നും എന്തോ ഒരു ദ്രാവകം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. കേറ്റി ഓടി വന്ന് അത് ആർത്തിയോടെ ഇങ്ങനെ നക്കി കുടിക്കുവാണ്. ഈ കാഴ്ച കണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥ പറയണ്ടല്ലോ. സകല എണ്ണോ വാളുവപ്പായിരുന്നു. അങ്ങനെ രാത്രിയായി. ചടങ്ങിന് വന്നവരെല്ലാം തിരികെ പോയിട്ടുണ്ട്. ഓടി പോകാതിരിക്കാൻ വേണ്ടി കേറ്റിയുടെ കൈയും കാലുമെല്ലാം കെട്ടിയിട്ടേക്കുവാണ്. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവൾ ഇങ്ങനെ തലയിട്ട് അടിക്കുന്നത് പോലെ എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവള് ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് സെബാസ്റ്റിനെ ആയിരുന്നു. അവൾ ആംഗ്യം കാണിക്കുന്നതിനനുസരിച്ച് അവൻ അവന്റെ തലയാണെ കൊണ്ടിട്ട് കട്ടിലിൽ ഇരിക്കുന്നത്. ഈ സമയത്തായിരുന്നു അവരെ കാണാനായിട്ട് ഡാലി അവിടേക്ക് വരുന്നത്. ഈ ടേപ്പ് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ കേറ്റിക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നിങ്ങൾ അറിയണം. അതും പറഞ്ഞ് അവൾ ആ കാസറ്റ് പ്ലേ ചെയ്ത് അതിലെ വീഡിയോ അവരെ കാണിക്കുന്നു. അതിലെ ആ സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാസ്മറേനിൻ എന്ന പിശാശില്ലേ, കാലാകാലങ്ങളായിട്ട് അതിനെ ശവപ്പെട്ടിക്കുള്ളിൽ പൂട്ടി വെച്ചുകൊണ്ടിരുന്നത് അവരുടെ ഫാമിലി ആയിരുന്നു. അതിനുവേണ്ടി ഒരു മനുഷ്യനെ പിടിച്ചിട്ട് അതിന്റെ ദേഹത്തേക്ക് ആ പിശാശിനെ കടത്തിവിടുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ അതിനൊരു കാലപരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാല് ആ പിശാശിനെ വീണ്ടും മറ്റൊരു ബോഡിയിലേക്ക് കയറ്റേണ്ടി വരും. പക്ഷേ അതിനെ കടത്തിവിടുന്നത് നിഷ്കളങ്കരായ കുട്ടികളുടെ ദേഹത്തേക്കാണെങ്കിൽ അത് വീണ്ടും ഒരുപാട് കാലം നിലനിൽക്കും. അതുകൊണ്ട് ഈ ചടങ്ങിന് കുട്ടികളാണ് ബെസ്റ്റ്. അത്രയും പറഞ്ഞുകൊണ്ട് അവർ ആ ക്യാമറയുമായിട്ട് ബേസ്മെന്റിലുള്ള ഗുഹയിലേക്കാണ് പോകുന്നത്. 8 വർഷങ്ങൾക്ക് മുന്നേ അവര് കയറ്റി തട്ടിക്കൊണ്ടുപോയത് ഇവിടേക്കായിരുന്നു. ആ ഗുഹയ്ക്കുള്ളില് ഒരു മരത്തടിയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അവളെ. പേടിച്ചു വരച്ച് തനിക്ക് തന്റെ വീട്ടിൽ പോകണം, തന്റെ അച്ഛനും അമ്മയും കാണണം എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് കേറ്റി. ഇതിപ്പോൾ കാണുന്ന ലാരിസിന്റെ ചാർലിയുടെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടൊന്നും അവിടെ ഉണ്ടായിരുന്ന ആരുടെയും മനസ്സലിഞ്ഞില്ല. അവിടെ ആ സ്ത്രീയെ കൂടാതെ അവരുടെ വംശത്തിൽപ്പെട്ട കുറെ ആൾക്കാരുണ്ടായിരുന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ ആ ഗുഹയിലായിട്ട് ഒരു ശവപ്പെട്ടി കാണിച്ചില്ലേ, അതിപ്പോ തുറന്നു വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് ഒരു ബോഡിയുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി ചേർന്ന് കേറ്റിയെ പൊക്കി എടുത്തുകൊണ്ട് ആ ബോഡിയുടെ അടുത്തേക്ക് വരുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി ചേർന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലിയതും ആ ഡെഡ് ബോഡിയിൽ ഉണ്ടായിരുന്ന നാസ്മറീനി എന്ന പിശാശ് നേരെ കേറ്റിയുടെ ശരീരത്തിനുള്ളിലേക്ക് കയറുന്നു. അതിനുശേഷം അബോധാവസ്ഥയിലായ കേറ്റിയുടെ ശരീരത്തിലേക്ക് ഒരുപാട് മന്ത്രങ്ങൾ എഴുതിയ തുണി കഷ്ണങ്ങളില്ലേ, അതെല്ലാം എന്തോ ദ്രാവകത്തിൽ മുക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ചുറ്റിവെക്കാൻ തുടങ്ങി. അങ്ങനെ ശരീരം മുഴുവനും ആ മന്ത്ര തുണികൾ ചുറ്റിയ ശേഷം കേറ്റിയെ ആ ശവപ്പെട്ടിക്കുള്ളിലേക്ക് കിടത്തിക്കൊണ്ട് അത് അടച്ചു പൂട്ടുകയാണ് ചെയ്തത്. തുടക്കത്തില് ഒരു പ്ലെയിൻ ക്രാഷ് ആയിട്ട് ഇവരുടെ 2 മക്കള് മരിക്കുന്നത് കാണിച്ചില്ലേ, അതാ ശവപ്പെട്ടി അവരുടെ വീട്ടിൽ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു. ആ സ്ത്രീ ഈ ചടങ്ങുകൾ മുഴുവനും എന്തിനാണ് റെക്കോർഡ് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ ഭാവിയിൽ തന്റെ മക്കൾക്കും ഈ ചടങ്ങ് ചെയ്യേണ്ടി വന്നാൽ അവർക്കെല്ലാം മനസ്സിലാകാൻ വേണ്ടിയാണ്. 8 വർഷങ്ങൾക്ക് മുന്നേ തങ്ങളുടെ മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞതും ആ അച്ഛനും അമ്മയും തകർന്നു പോയി. വാ തുറന്നെന്ന് മിണ്ടാൻ പോലും അവർക്കായില്ല. ഇതേ സമയം ഇവിടെ കേറ്റിയെ കെട്ടിയിട്ടിരിക്കുകയല്ലേ, എങ്കിലും ബില്ലിയുടെയും സെബാസ്റ്റിന്റെയും കൺട്രോൾ മുഴുവൻ ആ പിശാശിന്റെ കയ്യിലാണ്. അനിയൻകുട്ട, ചേച്ചിയുടെ ദേഹത്തുള്ള തൊലിയുരിയാൻ നീ എന്നെ സഹായിക്കാമോ? അത് കേൾക്കേണ്ട താമസം. പൂട്ടിയ കഥവൊക്കെ തല്ലി പൊളിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ കേറ്റിയുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നു. അവളുടെ ശരീരത്തിൽ ഒട്ടിച്ചിരിക്കുന്ന ആ മന്ത്രങ്ങൾ എഴുതിയ തുണികളില്ലേ, അതാണ് കേറ്റിയുടെ ഉള്ളിലുള്ള ആ പിശാചിനെ പിടിച്ചു നിർത്തുന്നത്. എന്നാൽ ഇപ്പോൾ സെബാസ്റ്റ്യനും കേറ്റിയും കൂടി ചേർന്ന് അവളുടെ ശരീരത്തിൽ ചുറ്റിയിരിക്കുന്ന മന്ത്രങ്ങൾ എഴുതിയ സകല തുണികൾ ഉരിഞ്ഞു കളയുകയാണ്. എല്ലാം ഉരിഞ്ഞു മാറ്റിയതും കേറ്റിയുടെ ശരീരത്തിനുള്ളിൽ അടക്കി വെച്ചിരുന്ന ആ ചെകുത്താൻ ഇപ്പോൾ മുഴുവനായിട്ട് പുറത്തേക്ക് വരുന്നു. ഇതേ കാര്യം തന്നെയായിരുന്നു ഡാലിയ ലാരിസിനോട് ചാർലിയോട് പറഞ്ഞുകൊണ്ടിരുന്നതും. കേറ്റിയുടെ ബോഡിയിൽ നിന്നും ഒരിക്കലും ആ ചെകുത്താൻ പുറത്തേക്ക് വരാൻ പാടില്ല. അത് കേട്ടതേ ലാരിസ് വേഗം മുകളിലുണ്ടായിരുന്ന കേറ്റിയുടെ റൂമിലേക്ക് ഓടുന്നു. പക്ഷേ കഥക് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ഡാലയും ഓടി മുകളിലേക്ക് എത്തി. 2 പേരും കൂടി ആ കഥക് തല്ലിപ്പൊളിക്കാൻ നോക്കുവാണ്. എന്നാൽ ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ടായിരുന്നു. ലാരിസിന്റെ അമ്മ മരിച്ചു കിടക്കുമല്ലേ, എന്നാൽ ഇപ്പോ ആ ബോഡി പോലും കേറ്റിയുടെ കൺട്രോളിലാണ്. ദേ ശവപ്പെട്ടിക്കുള്ളിൽ നിന്നൊക്കെ എഴുന്നേറ്റിരുന്നുകൊണ്ട് ടേബിളിനുള്ളിലുണ്ടായിരുന്ന ഫുഡൊക്കെ വാരി വലിച്ച് തിന്നുവാണ്. ഇത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് നമ്മുടെ ചാർലി. അപ്പോഴാണ് മുകളിൽ നിന്നും ലാരിസിന്റെ ഡാലിയുടെ ബഹളം അവൻ കേൾക്കുന്നത്. അത് കേട്ട് ചാർലി വേഗം തന്നെ മുകളിലേക്ക് ചെല്ലുന്നു. ചാർലി വന്നതേ കേറ്റിയുടെ റൂമിന്റെ ഡോറ് തനിയെ തുറന്നു വരുന്നു. അതിന്റെ ഉള്ളില് അതിഭീകരമായ രൂപത്തിലായിരുന്നു കേറ്റി ഉണ്ടായിരുന്നതും. അവൾ ഒറ്റ ചാട്ടത്തിന് ചാർലിയുടെ മണ്ടേക്ക് വന്ന് വീണുകൊണ്ട് അവന്റെ മുഖത്തെ ഒരു സൈഡിലുണ്ടായിരുന്ന മാംസം കടിച്ചിഞ്ഞ് പറിച്ചെടുത്തു. തടയാൻ ഓടി വന്ന ഡാലിയെ ഒറ്റത്തള്ളിനെ സ്റ്റെയറിൽ നിന്ന് ഉരുട്ടി അങ്ങ് താഴേക്കിട്ട് കളഞ്ഞു. ശേഷം തല കൊണ്ട് ചാർലി അടിച്ചടിച്ച് അവനെ പഞ്ചറാക്കുവാണ്. ഇത് കണ്ട ലാരിസ് കേറ്റിയെ മയക്കാനായിട്ട് ഓടിച്ചെന്ന സൂചി എടുക്കുന്നു. ശേഷം തിരികെ ഓടാനായിട്ട് നിന്നതും ദേ നിൽക്കുന്നു സെബാസ്റ്റ്യൻ. അവനിപ്പോൾ പൂർണ്ണമായിട്ടും കേറ്റിയുടെ കൺട്രോളിലല്ലേ. കയ്യിലൊരു ബാറ്റും പിടിച്ച് ലാരിസിനെ അടിച്ചിട്ടാൻ നോക്കുവാണ്. അവള് വേഗം ആ റൂമിലുണ്ടായിരുന്ന കുഞ്ഞു ഡോർ വഴി സ്റ്റോർ റൂമിനുള്ളിലേക്ക് കയറി ഓടുന്നു. തൊട്ട് പിറകെ സെബാസ്റ്റ്യനും. അതേസമയം ഇവിടെ ഡാലിയ സ്റ്റെയറിൽ നിന്ന് താഴേക്ക് വീണില്ലേ. അവള് നോക്കുമ്പോൾ ദേ ഒരു വലിയ കാല്. ആരാണെന്ന് വെച്ചാ അത് നമ്മുടെ ഗ്രാൻമയായിരുന്നു. തറയിൽ കിടക്കുന്ന അവളുടെ കഴുത്തിലേക്ക് കാല് കൊണ്ടൊരു ചവിട്ടിപ്പിടുത്തം. ശേഷം ഗ്രാൻമ വാ തുറന്നതും അവരുടെ വായിൽ നിന്നും ഒരു വലിയ തേള് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അതിനെ നേരെ നമ്മുടെ ഡാലിയുടെ വായിലേക്ക് കടത്തിവിട്ടു. അവൾക്കാണെങ്കിൽ ഒന്ന് ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന്റെ കൂടെ അവളെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലുള്ള ഗ്രാൻമയുടെ ചിരിയും. വന്ന കലിപ്പിന് അവരുടെ മോന്തക്കിട്ടൊരു ചവിട്ടം കൊടുത്തു. അതിന്റെ ഫോഴ്സില് ഗ്രാൻമയുടെ തല നേരെ ചെന്ന് കുടുങ്ങിയത് ആ
സ്റ്റെയർ കേസിന്റെ ഇടയിലായിട്ടായിരുന്നു. അതോടെ അത് അവിടെ സ്റ്റക്കായി പോയി. പക്ഷേ ആ തേളിപ്പോഴും വായിക്കാത്തല്ലേ. മാത്രമല്ല അത് അവളുടെ തൊണ്ട വരെ തുളച്ച് പുറത്തേക്ക് വരുന്നു. ഒടുക്കം ഒരു വിധത്തിലാണ് അവൾ കൈയിട്ടതിന് പുറത്തേക്ക് വലിച്ചെടുത്തത്. ശേഷം ചാർലിയെ രക്ഷിക്കാനായിട്ട് അവൾ മുകളിലേക്ക് പോകുന്നു. അതേസമയം ഇവിടെ സെബാസ്റ്റ്യൻ ലാരിസിനെ തിരക്കി നടക്കുമല്ലേ. എന്നാൽ അവൻ കാണാതെ പിറകിലൂടെ വന്ന ലാരിസ് ആണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഇഞ്ചക്ഷൻ നേരെ അവന്റെ കഴുത്തിലേക്ക് കുത്തിവെച്ചു. അതോടെ ചെറുക്കന്റെ ബോധം അവിടെ പോയി. അതേസമയം കേറ്റി ഇവിടെ നമ്മുടെ ചാർലിയെ ഇട്ട് പെടാപ്പാട് പെടുത്തുവാണ്. ഒരു സാധാരണ മനുഷ്യന് പിശാചിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. ഈ സമയത്തായിരുന്നു ഡാലി അങ്ങോട്ടേക്ക് വരുന്നത്. അവളെ കണ്ടതേ ചാർലി അവളുമായിട്ട് വേഗം അടുത്ത് കണ്ട ഒരു മുറിയിലേക്ക് ഓടിക്കേറി. പിറകെ വന്ന കേറ്റി കയറാതിരിക്കാൻ വേണ്ടി അവൾ വേഗം കഥ അടച്ചു കളഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ചാർലി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. വാ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും അത് അവന്റെ മുഖത്ത് നിന്ന് ഡാലിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന്റെ ആഗ്രഹപ്രകാരം അവൾ ആ കഥ അങ്ങോട്ട് തുറന്നതും കേറ്റി ഓടി വന്ന് ചാർലിയുടെ ദേഹത്തേക്ക് ചാടി അങ്ങ് കയറി. പക്ഷേ അതവന്റെ പ്ലാൻ ആയിരുന്നു. അവൻ കേറ്റിയെ മുറുകെ അങ്ങ് പിടിച്ചു വെച്ചു. ഈ സമയം കൊണ്ട് ഡാലി വേഗം ആ ചടങ്ങുകൾ ചെയ്യാനുള്ള മന്ത്രവാക്കുകൾ പറയാൻ തുടങ്ങി. നാസ്മറേനി എന്ന പിശാചിനെ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് മാറ്റാനായിട്ട് കുറെ മന്ത്രങ്ങൾ ചെല്ലില്ലേ. ആ വീഡിയോ കുറെ തവണ കണ്ടതുകൊണ്ട് തന്നെ ഡാലിക്ക് അതെല്ലാം കാണാതറിയാം. പക്ഷേ അവൾ മന്ത്രങ്ങൾ ചൊല്ലാൻ ശ്രമിച്ചപ്പോൾ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. നേരത്തെ തൊണ്ട തുളച്ചലായിരുന്നു ആ തേള് പുറത്തേക്ക് വന്നത്. അതാണ് കാരണം. എങ്കിലും ഒരു വിധത്തില് അവൾ മുറിവിനുള്ളിലേക്ക് തന്റെ കൈ കടത്തുന്നു. ശേഷം അത്രയും വേദന സഹിച്ചുകൊണ്ട് തന്നെ കൊണ്ട് പറ്റുന്ന ശബ്ദത്തില് അവൾ ആ മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി. അവളത് ചൊല്ലാൻ തുടങ്ങിയതേ ചാർലി വേഗം കേറ്റിയുമായിട്ട് തറയിലേക്ക് കിടക്കുന്നു. അവള് രക്ഷപ്പെടാൻ പഠിച്ചു പണി നോക്കിയെങ്കിലും ചാർലി വിടാതെ പിടിച്ചേക്കുവാണ്. ഇത് കണ്ടുകൊണ്ടായിരുന്നു നമ്മുടെ ലാരിസ് അങ്ങോട്ടേക്ക് വരുന്നതും. അവിടെ നടക്കുന്നത് കണ്ടതേ അവൾക്ക് കാര്യം മനസ്സിലായി. ആ പിശാചിനെ കേറ്റിയുടെ ബോഡിയിൽ നിന്നും തന്റെ ബോഡിയിലേക്ക് കയറ്റാനാണ് ചാർലിയുടെ തീരുമാനം. പക്ഷേ ലാരിസിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവസാനമായിട്ട് അവൻ അവളോടൊരു സോറി പറഞ്ഞതും ആ സെക്കൻഡിൽ തന്നെയായിരുന്നു കേറ്റിക്കുള്ളിലെ പിശാച് ചാർലിയുടെ വായ്ക്കുള്ളിലൂടെ അവന്റെ ശരീരത്തിലേക്ക് കയറുന്നതും. മുഴുവനായിട്ട് ആ പിശാച് കയറി കഴിഞ്ഞതും അവന്റെ ബോധവും പോകുന്നു. സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തത്. ഇതല്ലാതെ തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ കേറ്റിയുടെ ശരീരത്തിൽ നിന്നും ആ പിശാച് ഇറങ്ങിപ്പോയില്ലേ. അതോടെ അവൾക്ക് പൂർണ്ണമായിട്ടും തന്റെ ബോധം തിരിച്ചു കിട്ടുന്നു. എന്ന് വെച്ചാ അവൾ ആ പഴയ കേറ്റിയായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ ലാരിസിന് സന്തോഷിക്കാനായില്ല. ചാർലിയുടെ ഈ അവസ്ഥയിൽ എങ്ങനെ സന്തോഷിക്കും? അവർക്ക് അവനെ വിട്ടുകളയാൻ ഒട്ടും മനസ്സിലാത്തത് കൊണ്ട് തന്നെ ഒരു പെട്ടിക്കുള്ളിലാക്കിയിട്ട് വീടിനുള്ളിൽ തന്നെ പൂട്ടി വെച്ചേക്കുവാണ്. വീടിന്റെ ബേസ്മെന്റിലായിട്ടായിരുന്നു ആ പെട്ടി ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ റൂം നിറയെ മന്ത്രവാർത്തകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ പിശാച് ഒരിക്കലും പുറത്തു വരാൻ പാടില്ലല്ലോ. മാത്രമല്ല ഇപ്പൊ കേറ്റി പൂർണ്ണമായിട്ടും ഭേദമായിരിക്കുകയാണ്. അവളുടെ സ്കിന്നിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറുകയും ചെയ്തു. മാത്രമല്ല അവൾക്ക് ചാർലിക്കും അറിയാവുന്ന ഒരു മോഴ്സ് കോഡ് ഇല്ലേ. ആ കോഡ് ഭാഷയില് പെട്ടിക്ക് മുകളിൽ തട്ടി അവൾ ചാർലിയോട് സംസാരിക്കും. അതിന് മറുപടിയായിട്ട് അകത്തു നിന്നും ഇങ്ങനൊരു കൊട്ട് കേൾക്കാം. അച്ഛൻ എന്താ ഇപ്പൊ മറുപടി പറഞ്ഞത്? അച്ഛൻ പറഞ്ഞത് നമ്മളെ എല്ലാവരെയും അച്ഛൻ സ്നേഹിക്കുന്നുണ്ടെന്നാ. അത് കേട്ടതും ലാരിസിന്റെ സങ്കടം ഒന്നും കൂടി കൂടിയതേ ഉള്ളൂ. അവർക്ക് വേണ്ടിയല്ലേ ചാർലി സ്വന്തം ജീവിതം ഇല്ലാതാക്കിയത്. അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷത്തോടെ ഈ കുടുംബത്തിന് കഴിയായിരുന്നു. പക്ഷേ അങ്ങനെയെങ്ങും അവനെ വിട്ടുകളയാൻ ലാരിസ് തയ്യാറായില്ല. അവള് മനസ്സിൽ നല്ലൊരു പ്ലാൻ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ലാരിസ് നമ്മുടെ ഡാലിയെ വിളിച്ച് പറയുകയും ചെയ്തു. അടുത്തതായിട്ട് ഒരു മെന്റൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. കേറ്റിയെ തട്ടിക്കൊണ്ടുപോയ ആ സ്ത്രീയില്ലേ, അവരെ ഡാലിയെ വെടിവെച്ചെങ്കിലും അവര് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ മാനസിക നില ശരിയല്ലെന്ന് പറഞ്ഞ് അവരെ മെന്റൽ ഹോസ്പിറ്റലാക്കിയിരിക്കുകയാണ്. അവിടേക്കായിരുന്നു ഒരു നഴ്സിന്റെ രൂപത്തിൽ നമ്മുടെ ലാരിസ് വരുന്നത്. ശേഷം ആ സ്ത്രീക്കൊന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അവരുടെ കഴുത്തിലേക്ക് കുത്തിയങ്ങിറക്കി. നിനക്കെന്നെ മനസ്സിലായോ? എന്നെ അറിയില്ലെങ്കിലും എന്റെ മകൾ കേറ്റി അറിയായിരിക്കും അല്ലേ? കേറ്റിയുടെ പേര് കേട്ടതേ ആ സ്ത്രീക്ക് ശരിക്കും പേടിയായി. മാത്രമല്ല ആ ഇഞ്ചക്ഷൻ കുത്തിവെച്ചത് കാരണം അവർക്കൊന്ന് ശബ്ദിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്തായിരുന്നു ഡാലിയ ചാർലിയെ വീൽ ചെയറിൽ എത്തിക്കൊണ്ട് ആ റൂമിലേക്ക് വരുന്നത്. അവന്റെ ദേഹത്തുള്ള ആ പിശാച് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി കേറ്റിയുടെ ദേഹത്ത് ചുറ്റിയിരുന്ന തുണികൾ പോലെ അവന്റെ ദേഹത്തും ചുറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലേ? അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ആ സ്ത്രീക്ക് അത് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇനി ചാർലിയുടെ ദേഹത്തുള്ള പിശാചില്ലേ, അതിനെ ഈ സ്ത്രീയുടെ ദേഹത്തേക്ക് കയറ്റി വിടുക എന്നതാണ് പ്ലാൻ. അതിനുള്ള മന്ത്രങ്ങൾ ഡാലിയക്ക് അറിയാലോ. പക്ഷെ എന്ത് ചെയ്യാനാ? ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കടത്തി കളഞ്ഞില്ലേ. ആ റൂമിനുള്ളിൽ നടക്കാൻ പോകുന്നതൊന്നും ആരും കാണാതിരിക്കാൻ വേണ്ടി ഡാലിയ ആ കഥ കടച്ചങ്ങ് കുറ്റിയിട്ടു. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചാർലിയും വീണ്ടും പഴയതുപോലാകും. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് ഈ മൂവിയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.